ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫലസ്തീനിൻ്റെ ചരിത്രം വളരെ ബൃഹത്തായ ചരിത്രമാണ്. 45 മിനിറ്റ് എന്ന് പറയുന്നത് വളരെ അക്രമമാണ്. ഫലസ്തീൻ്റെ ചരിത്രം നമ്മൾ ഈ ബനു ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ നിന്ന് തന്നെ തുടങ്ങണം. ഫലസ്തീൻ അല്ലെങ്കിൽ ഇപ്പോൾ ഫലസ്തീൻ എന്നത് ഒരു ഇമാജിനറി പ്രദേശമായി മാത്രം അവശേഷിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. ഗൂഗിളിൽ നമ്മൾ നോക്കുമ്പോൾ ഇസ്രായേൽ എന്നേ കാണും. അത് ഫലസ്തീൻ തന്നെ അല്ലേ എന്ന് നമ്മൾ തിരിച്ചു ചോദിക്കേണ്ട ഒരു സാഹചര്യത്തിലും കൂടാണ്. ആ ഇസ്രായേൽ എന്ന് പറയുന്ന സ്റ്റേറ്റ് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലവും കൂടാണ്. ആ ഒരു ചരിത്രം തുടങ്ങുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൽ നിന്ന് തന്നെയാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം നമ്മൾ ഒരു കാനേഷ്മാരി കണക്കിൽ 1813 BC കാലഘട്ടത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത് എന്നാണ് കണക്കുകൾ കാണുന്നത്. BC കാലഘട്ടം. അതിനുശേഷം അദ്ദേഹം ഊർ പ്രദേശത്തിലാണ് ജനിക്കുന്നത്. അദ്ദേഹം ഇസ്രായേലി അല്ല. ഊർ, അതായത് മെസപ്പൊട്ടോമിയൻ ഭാഗത്ത്, ഇന്നത്തെ ഇറാഖിൻ്റെ ഭാഗത്താണ് അദ്ദേഹം ജനിക്കുന്നത്. പിന്നീട് അവിടുന്ന് പല പലായനങ്ങളും ബൈബിൾ ചിത്രീകരിക്കുന്നുണ്ട്. നമ്മൾ ഈ വിഷയം സംസാരിക്കുമ്പോൾ പ്രധാനമായും ഖുർആനും പിന്നെ ബൈബിളുമാണ് നമ്മുടെ പ്രധാന റെഫറൻസ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പുള്ള ചരിത്രം നമുക്കറിയണമെങ്കിൽ, പ്രത്യേകിച്ച് ബനു ഇസ്രായേലിൻ്റെ ചരിത്രം അറിയണമെങ്കിൽ ബൈബിൾ തന്നെ നമുക്ക് അവലംബിക്കാൻ പറ്റുള്ളൂ. ബൈബിളിൽ തന്നെ 2 ഘടകങ്ങളുണ്ട്. അത് ഒന്ന് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്, പഴയ നിയമമെന്നും, രണ്ടാമത് പുതിയ നിയമമെന്നും. ഈസാ അലൈഹി ഇസ്ലാമിന് ശേഷമുള്ള സംഭവങ്ങളുടെ ഒരു ചുരുക്കെഴുത്താണ് പുതിയ നിയമങ്ങൾ. ഇതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ പ്രത്യേകിച്ച് ഉൽപ്പത്തിക്ക് ശേഷം, അതായത് ജനസിസ് തുടങ്ങി പിന്നെ എക്സോഡസ്, അതായത് പുറപ്പാടെന്ന് പറയുന്ന ചാപ്റ്ററോട് കൂടിയിട്ടാണ് കൂടുതൽ ഈ ബനു ഇസ്രായേലിൻ്റെ ചരിത്രങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയുന്നത്. അത് ഉൽപ്പത്തി ഭാഗങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം കാണാം. പുറപ്പാട് മുതൽ മൂസ അലൈഹി ഇസ്ലാമിൻ്റെ അവിടുന്ന് പുറപ്പാട്, അതായത് നാട് കടത്തുന്ന എക്സൈലുമായി ബന്ധപ്പെട്ട വർത്തമാനങ്ങൾ നമുക്ക് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലെ പുറപ്പാട് ഭാഗങ്ങളിൽ കൂടുതൽ കാണാം. അപ്പോൾ ഈ വിഷയമായി കൂടുതൽ വായിക്കാൻ താല്പര്യമുള്ളവർക്ക് ബൈബിൾ തന്നെ റെഫർ ചെയ്താൽ മതിയാകും. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ ഈസാ അലൈഹി ഇസ്ലാമിലേക്ക് മുമ്പ് പോലും ഇസ്രായേലികൾക്ക് എന്ത് സംഭവിച്ചു എന്ന് വായിക്കണമെങ്കിൽ ബൈബിൾ തന്നെ നമുക്ക് അവലംബിക്കേണ്ടി വരും. അതാണ് പറയുന്ന ചുരുക്കം. ഇബ്രാഹിം അലൈഹി ഇസ്ലാം അവിടുന്ന് പല ഭാഗങ്ങളിലേക്ക് പലായനം ചെയ്തു. നമുക്കറിയാം, ഹദീസുകൾ പോലും ഈജിപ്തിലേക്ക് യാത്ര ചെയ്യുന്നു. അവിടുന്നാണ് ഹാജറ ബീവിയെ ഗിഫ്റ്റായിട്ട് കിട്ടുന്നതെന്ന് പറയുന്ന സംഭവങ്ങൾ കാണാം. അവിടുന്ന് പിന്നീട് ഇന്നത്തെ സൗദി അറേബ്യയുടെ നമ്മൾ മക്ക മദീന ചുറ്റുപാട് ഭാഗങ്ങളിലേക്ക് വരുന്നു. അതായത് പല ഭാഗങ്ങൾക്ക് ഇറങ്ങുന്നു. ഈജിപ്തിൽ നിന്ന് പിന്നീട് കാബയുടെ ചുറ്റുപാട് ഭാഗങ്ങളിലേക്ക് വരുന്നു. അവിടെ കാബ പടുത്തുയർത്തുന്ന ആയത്ത് സൂറ ബഖറയിൽ നമുക്ക് ആയത്തുകൾ വിശദീകരിക്കാൻ നമുക്ക് സൗകര്യമില്ല. ഈ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമുമായിട്ടും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കാബ പടുത്തുയർത്തുമ്പോൾ ആ പ്രാർത്ഥനയൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ആ ഒരു സംഭവം അങ്ങനെയാണ് അറബിയുടെ ഒരു പശ്ചാത്തലം കാണുന്നത്. തൊട്ടടുത്ത നാടുകളിൽ സദൂൻ ഗോത്രത്തിൽ ലൂത്ത് നബി അലൈഹി ഇസ്ലാം, അതായത് ഇബ്രാഹിം നബീൻ്റെ കസിൻ എന്ന നിലയിൽ സഹോദരൻ്റെ പുത്രൻ എന്ന നിലയിൽ നമുക്ക് ഹാറാൻ്റെ പുത്രനായ ലൂത്ത് അലൈഹി ഇസ്ലാമിൻ്റെ സംഭവത്തെ ബൈബിൾ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടാണ് പിന്നീട് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ ആ നാടിന് ശിക്ഷ ഉണ്ടാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, അവിടുന്ന് രക്ഷപ്പെടാൻ പറയുന്ന ഒരു ആയത്തുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയും അതുപോലെ തന്നെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ നജ്ജൈനാഹു ലൂത്തൻ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഈ ഭാഗത്തേക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഫലസ്തീൻ ഭാഗത്തേക്ക് എത്തുന്നത്. അതല്ലാതെ തന്നെ നമുക്കറിയാം, ഷാം പ്രദേശത്തേക്ക് ഹാജറ ബീവിനെയും മകനെയും ഉപേക്ഷിച്ചുകൊണ്ട് ദഅവത്തിന് പോകുമ്പോൾ ഹദീസ് വിശദീകരിക്കുന്നുണ്ട്, ഇത് പടച്ചോൻ പറഞ്ഞിട്ടാണോ? അപ്പോൾ അതേന്ന് പറയുമ്പോൾ ഒന്ന് ഞങ്ങൾ അള്ളാഹു വെറുതെ ഒഴിവാക്കുകയില്ല, ഞങ്ങൾക്ക് നഷ്ടപ്പെടുകയില്ല എന്ന് പറയുന്ന ഹാജറ ബീവിയുടെ മറുപടി നമുക്ക് ഹദീസുകൾ കാണാം. അങ്ങനെ ഇബ്രാഹിം നബി എന്ന് പറയുന്ന ഒരു പ്രവാചകൻ്റെ വളരെ പ്രവിശാലമായ ദഅവത്തിൻ്റെ ഒരു മേഖല നമുക്ക് ബൈബിളിലും ഖുർആനിലും കാണാം. അതുകൊണ്ടാവണം ഒരു പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മില്ലത്ത് ഇബ്രാഹിം പിൻപറ്റുവാൻ പറയുന്നത്. മറ്റൊരു പ്രവാചകനെയും ഇത്രയും പ്രവിശാലമായൊരു ദഅവത്തിൻ്റെ മേഖല ഖുർആനിലോ മറ്റ് ബൈബിളിലോ നമുക്ക് കാണാൻ കഴിയില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ശേഷമുള്ള ഒട്ടുമിക്ക പ്രവാചകന്മാരും ഇസ്രായേലി ജനതയ്ക്ക് വേണ്ടി മാത്രം വന്ന പ്രവാചകന്മാരാണ്. എന്നാൽ ഇബ്രാഹിം നബിയിൽ നിന്നാണല്ലോ ഇതിൻ്റെയൊക്കെ തുടക്കം. അതുകൊണ്ട് തന്നെ പ്രവിശാലമായ ലോകത്തിൻ്റെ ദഅവത്തിൻ്റെ ഒരാളെന്ന നിലയിൽ
അതുകൊണ്ട് തന്നെയാവും അബുൽ അംബിയ എന്നുള്ള പേര് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മില്ലത്ത് ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു മില്ലത്ത് തുടരാൻ നബിയോട് പോലും അള്ളാഹു കൽപ്പിക്കുന്നത്. അപ്പോൾ ഈയൊക്കെ ഒരു തിയോളജിക്കൽ ബന്ധം നമ്മൾ ഫലസ്തീനിയൻ വിഷയത്തിൽ ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഫലസ്തീനിലേക്ക് വരുന്നു. അവിടെ ഇസാഖ് നബി അലൈഹി ഇസ്ലാമിനെ അവിടെ വളർത്തുന്നു. ഇസാഖ് നബി അലൈഹി ഇസ്ലാമിൻ്റെ 2 പുത്രന്മാർ ഈസോയും അതുപോലെ തന്നെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം. വളരെ പ്രചാരമുള്ള ചവിട്ടുനാടകത്തിലെ പാട്ടുണ്ട്, പുണ്യവാളാൻ ഇസ്ഹാഖീനുണ്ടായി 2 മക്കൾ. അത് ഈ 2 മക്കളെ കുറിച്ചുള്ള പരാമർശമാണ്. അവിടെയാണ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സംഭവം തുടങ്ങുന്നത്. പക്ഷേ ബൈബിളിൽ നമ്മൾ ഖുർആനും ബൈബിളും ചേർത്ത് വെച്ച് പഠിക്കേണ്ട ചില കാര്യങ്ങൾ. എന്തുകൊണ്ട് ഖുർആൻ എന്നതിൻ്റെ ഉത്തരം ഇവിടെയാണ്. കാരണം ബിബ്ലിക്കൽ പ്രവാചകന്മാരെ, ബൈബിളിൽ അല്ലെങ്കിൽ തോറയിൽ പരാമർശിക്കപ്പെട്ട പ്രവാചകന്മാരുടെ സ്വഭാവ ഗുണങ്ങൾ അത്ര നല്ലതല്ല. പലർക്കും വളരെ മോശമായ സ്വഭാവമുണ്ട്. കള്ളുകുടിയന്മാരായിരുന്നു, പെണ്ണുപിടിയന്മാരായിരുന്നു എന്നൊക്കെ തരത്തിലുള്ള മോശം ചിത്രീകരണങ്ങളാണുള്ളത്. അവിടെയാണ് എന്തുകൊണ്ട് ഖുർആൻ എന്നതിൻ്റെ ഒരു ഉത്തരവും കൂടി വരുന്നത്. ഇവിടെ നമുക്കറിയാം, ബൈബിൾ തന്നെ നോക്കുമ്പോൾ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമും ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം തമ്മിൽ വസ്തുതർക്കത്തെക്കുറിച്ചുള്ള ബഹളങ്ങളും ബൈബിളിൽ പരാമർശിക്കുന്നുണ്ട്. ഈ 2 പ്രവാചകന്മാരെയും ഖുർആൻ അതിവിശിഷ്ടരായ പ്രവാചകന്മാരെന്ന് പരാമർശിക്കുമ്പോൾ പക്ഷേ ബൈബിളിൽ വളരെ മോശം ചിത്രീകരണങ്ങളാണുള്ളത്. അപ്പോൾ അത് നമ്മൾ എന്തുകൊണ്ട് ഇസ്രായേലി പ്രവാചകന്മാരെ ഖുർആൻ പരാമർശിക്കുന്നു എന്നത് വെറും ഒരു കഥ പഠിപ്പിക്കുന്നതിന് മാത്രമല്ല, എന്തുകൊണ്ട് ഈ ബൈബിൾ വന്ന തിരുത്തുകൾ തെറ്റാണെന്നും ആ തിരുത്തൽ അനിവാര്യമാണെന്നും ഖുർആൻ എന്തുകൊണ്ടാണ് ഡിവൈൻ ആവുന്നത് എന്നും കൂടി പഠിപ്പിക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. അവിടെയാണ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കഥ വരുന്നത്. അവിടെയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന പേരും രൂപപ്പെടുന്നത്. ഇസ്രായേൽ എന്നത് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മറ്റൊരു പേരാണ്. പക്ഷേ ബിബ്ലിക്കൽ നരേഷൻസിൽ ഇസ്രായേൽ എന്ന് പറയുന്നത് കർത്താവുമായി മല്ലയുദ്ധം നടത്തിയ ആളെന്നാണ് അർത്ഥം. ഇങ്ങനെ ആ ഭാഗത്ത് വിശദീകരിക്കുന്ന ഭാഗത്ത് അന്തിരാവോളം കർത്താവുമായും ചിലപ്പോൾ മാലാഖമാരുമായി പോലും മല്ലയുദ്ധം നടത്തുകയും അവസാനം കർത്താവിനെയൊക്കെ പരാജയപ്പെടുത്തിയിട്ട് അതുകൊണ്ട് എന്നാൽ നിനക്ക് ഈ പേരിരിക്കട്ടെ എന്ന് കൊടുത്തതാണ് ഇസ്രായേൽ എന്നാണ് ബൈബിൾ നരേഷൻ നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ഇസ്ലാമിക വിശദീകരണങ്ങളിൽ വളരെ വിനയമുള്ള, സ്നേഹമുള്ള, സബ്മിഷനുള്ള, അള്ളാഹുവിനോട് സറണ്ടർ കാണിക്കുന്ന ഒരാളെന്ന നിലയിലാണ് ഇസ്രായേൽ എന്നുള്ള പദം കൊടുത്തതെന്നാണ് ഒരു മുസ്ലിം വിശദീകരണമുള്ളത്. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു പദം യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനോടാണ് ഈ ഇസ്രായേൽ എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ മക്കളെയാണ് നമ്മൾ ബനു ഇസ്രായേൽ എന്ന് ചേർക്കുന്നത്. അപ്പോഴും പിന്നെ 12 മക്കളുടെ കഥയാണ് കാണുന്നത്. ബൈബിളിൽ 1-2 പെൺമക്കളുടെ എക്സ്ട്രാ പേരുകളും കൂടി കാണാം. ഇതിൽ ഈ കുടുംബത്തിൽ പ്രധാനമായും 2-3 ഫാമിലികളെ നമ്മൾ നോട്ട് ചെയ്യണം. അതിലൊന്ന് യൂസഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ട്രൈബ്സ് ഓഫ് യൂസഫ് എന്നാണ് ഈ ഇസ്രായേലി സ്റ്റഡീസിലെ ഒരു ഭാഗം. അതായത് യൂസഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കുടുംബത്തിൻ്റെ ഒരു പരമ്പര ഒന്ന്. രണ്ടാമത് ബെഞ്ചമിൻ, അതായത് ബിന്യാമീൻ, ട്രൈബ്സ് ഓഫ് ബിന്യാമീൻ, ബിന്യാമീൻ്റെ ഗോത്ര വംശ പരമ്പരയ്ക്ക് അങ്ങനെ ഒരു പേര് നമുക്ക് കാണാം. അതുപോലെ തന്നെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മറ്റൊരു പേരാണ്, ഒരു മകനാണ് ജൂദ, അതായത് നമ്മൾ യഹൂദ എന്ന് വിളിക്കപ്പെടുന്ന, പിന്നീട് യഹൂദിസം എന്ന പേരിലേക്ക്, യഹൂദിയ എന്ന പേരിലേക്ക് ജൂദായിസം മാറാൻ കാരണക്കാരനായ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു മകൻ, മൂത്ത മകന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് ജൂദ. അതിപ്പോൾ ട്രൈബ്സ് ഓഫ് ജൂദ എന്ന പേരിലും ഒരു 3 ട്രൈബുകൾ, വേറെയും ചിലതുണ്ടെങ്കിൽ പോലും ഈ 3 ട്രൈബുകളാണ് ഇസ്രായേലി ചരിത്രത്തിലെ ഏറ്റവും പ്രമുഖമായ ട്രൈബുകൾ. ഇത് പിന്നീട് വളരെ നിർണായകമായ റോൾ വഹിക്കുന്ന സംഭവവികാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഈ 3 ട്രൈബിനെ കുറിച്ച് ആദ്യം വിശദീകരിച്ചത്. നമുക്കറിയാം, ആ ബാക്കിയുള്ള യൂസഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സംഭവങ്ങൾ ഖുർആനിൽ തന്നെ വിശദീകരിക്കുന്നുണ്ട്. അത്രത്തോളം വിശദീകരണം ബൈബിളിലില്ല. എന്നാൽ ഖുർആനിൽ ഒരു പക്ഷേ ഒരു പ്രവാചകനെ ഒരൊറ്റ സൂറത്തിൽ കൂടുതൽ വിശദീകരിക്കുന്നത് യൂസഫ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചാവാം. പിന്നീട് യൂസഫ് നബി അലൈഹി ഇസ്ലാം അവിടുന്ന് അവർ ഉപേക്ഷിക്കുന്നു. ആ ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് ബൈബിൾ പറയുന്നത് 17-18 വയസ്സുകാലത്താണ്. നമ്മൾ ഈ ഗുലാം എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചുകൊണ്ട് പിഞ്ച് പൈതൽ എന്നൊക്കെ രീതിയിൽ നമ്മൾ മുസ്ലിം ചരിത്രരചനയിലുണ്ട്. പക്ഷേ ബൈബിളിൽ നല്ല വയസ്സെത്ത ഒരു മികവാർന്ന ഒരു പയ്യനെയാണ്, ചെറുപ്പക്കാരനെയാണ് അനിയന്മാർ കൊണ്ട് കളയുന്നത്, ചേട്ടന്മാർ കൊണ്ട് കളയുന്നതായിട്ട് ബൈബിൾ വിശദീകരിക്കുന്നത്. ഒരുപക്ഷെ കുറച്ചും കൂടി അത് കാണാം. കാരണം 2 വർഷം അദ്ദേഹം അവിടത്തേക്ക് ഈജിപ്തിലെത്തുന്നു, അവിടുത്തെ ഭരണാധികാരിയുടെ കീഴിൽ വളരുന്നു. കുറച്ച് കഴിഞ്ഞ് ഈ ബാക്കി 10 കുറച്ച് വർഷക്കാലം അത് ജയിൽ ആവുന്നു. പിന്നീട് ഒരു നല്ല ആരോഗ്യവും മികത്വവും വളരെ യുവാവൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഭരണമേഖലയിലേക്ക് എത്തുന്നത്.
അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് ഇസ്രായേലി ബിബ്ലിക്കൽ നരേഷൻ കുറച്ചും കൂടി യോജിക്കുന്നതായി കാണാം. കാരണം നമ്മുടെ മുസ്ലിം ചരിത്രകാരന്മാർക്കൊരു പ്രശ്നമുണ്ട്. നമ്മുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ പോലും ഇസ്രായേലിയാത്ത് വല്ലാതുണ്ട്. ഇസ്രായേലിയത്ത് എന്ന് പറയുന്നത് ഇസ്രായേലി ജനതയ്ക്കിടയിൽ ഫലസ്തീൻ, ഷാം പോലുള്ള പ്രദേശങ്ങളിലും യമൻ പോലുള്ള ചുറ്റുപാട് ഭാഗങ്ങളിലൊക്കെയും ക്രിസ്ത്യാനികളും യഹൂദന്മാരും കൂടി താമസിച്ചിരുന്നു. നമുക്കറിയാം മദീനയിൽ യസ്രിബ് എന്നത് അത് കൂടുതൽ യഹൂദരായിരുന്നു, കുറച്ച് ക്രിസ്ത്യൻസ് ആയിരുന്നു. അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെയും യഹൂദ കഥകൾ, ഇസ്രായേലി കഥകൾ ധാരാളം ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഹദീസുകളോടൊപ്പം പ്രാബല്യം ഉണ്ടാകുന്ന തരത്തിൽ മുത്തവാത്തിറായി മാറുകയും നമ്മുടെ ഹദീസ് ഗ്രന്ഥങ്ങളിലും സ്ഥാനം നേടുകയും നമ്മുടെ തഫ്സീറുകളിൽ ഈ കഥകൾ വളരെ സുന്ദരമായി വിശദീകരിക്കുകയും ചെയ്യുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെയും സുലേഖ ആ കഥകൾ വളരെ ഹറാമായ ഒരു ബന്ധത്തിൻ്റെ എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് നബീനെ രക്ഷിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ മാപ്പിളപ്പാട്ടുകളിലൂടെ അവരുടെ പ്രണയത്തിൻ്റെ കഥകളാണ് പറയുന്നത്. അത്രത്തോളം ഒരു പ്രണയം എന്ന രീതിയിൽ പോലും കഥകൾ വിശദീകരിക്കുന്ന തരത്തിലേക്ക് തഫ്സീറുകളിലും കഥകളിലും പിന്നീട് മാറി. അതായത് രചനകളിൽ ഫോക്ലോർ കഥകളിലാണ് ഇതധികം ഉണ്ടായത്. അതായത് ഇസ്രായേലി ഫോക്ലോർ കഥകളെ അതേപടി നമ്മൾ നമ്മുടെ രചനകളിലേക്ക് മുസ്ലിം ചരിത്രകാരന്മാർ ഉൾപ്പെടുത്തിയത് പിൽക്കാലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണമായി. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൽ അവിടേക്ക് വരുന്നു. അദ്ദേഹം ഭരണാധികാരിയായി. ഈ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലം പറയുമ്പോൾ സാധാരണ നമ്മുടെ മുസ്ലിം ചരിത്രകാരന്മാർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, അവിടെ ഫിറോനി ഭരണകൂടമായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് നമ്മൾ വിശദീകരിക്കുന്നത്. എന്നാൽ ബിബ്ലിക്കൽ സ്റ്റഡീസിൻ്റെ ഭാഗമായി ഈ ആധുനിക പഠനന്മാർ പറയുന്നത് ഫിറോൻ്റെ രാജവംശമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. ഹൈക്സോസിസ് എന്ന് വിളിക്കപ്പെടുന്ന ഇടയ രാജവംശമായിരുന്നു ഉണ്ടായിരുന്നത്. അത് അറബുകളായ, പ്രത്യേകിച്ച് ഷാം, ഫലസ്തീൻ, ബാക്കിയുള്ള പ്രദേശങ്ങളിൽ നിന്നും ഈജിപ്തിലേക്ക് കുടിയേറിയ ഒരു രാജവംശമായിരുന്നു. അത് ഫറോവൻ രാജവംശമായിരുന്നില്ല. അവർ കുറച്ചും കൂടി അറബികളോടും ഇങ്ങനെയുള്ള വരത്തന്മാരോടും വിദേശികളോടും കുറച്ചും കൂടി ഒരു പിന്തുണയുള്ള മനസാക്ഷിയുള്ള മനുഷ്യന്മാരായിരുന്നു. അതുകൊണ്ടാവാം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ എടുത്തു വളർത്തിയ കുട്ടിയെ, കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന കുട്ടിയെ അധികാരത്തിലേറ്റിയത് എന്ന് ആ പണ്ഡിതന്മാർ തന്നെ വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മുടെ മുസ്ലിം ചരിത്രരചനയിൽ ഫിറോൻ ആയിരുന്നു, പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രശ്നങ്ങളെ കണ്ടിട്ട് അവസാനം അദ്ദേഹം മന്ത്രിയായി മാറുന്നു, പിന്നീട് ഭരണാധികാരിയായി മാറുന്നുള്ള വിശദീകരണങ്ങളാണ് ഉള്ളത്. യഥാർത്ഥത്തിൽ ബിബ്ലിക്കൽ നരേഷനിൽ പോലും അത് ബൈബിളിൽ പോലും ഫിറോനെ കുറിച്ചിട്ടല്ല പറയുന്നത്. പിന്നീട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ വഫാത്തിന് ശേഷമാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പിന്നീടാണ് കോപ്റ്റിക് രാജവംശം, കോപ്റ്റിക് ജനത, അതായത് നാഷണലൈസേഷൻ ചിന്ത ശക്തമായി ഈജിപ്തിൽ. അവിടെ കോപ്റ്റിക് ജനത, ക്രിപ്റ്റുകൾ എന്ന് വിളിക്കപ്പെടുന്ന കോപ്റ്റികൾ ഉണ്ടാവുകയും അവർ ഇസ്രായേലികളുടെ പിന്തുണയുള്ള ഈ ഇടയ രാജവംശത്തിൻ്റെയും ബാക്കിയുള്ള അധികാരം വലിച്ചെറിയുകയും അങ്ങനെ ഭരണാധികാരിയായി തീരുകയും ചെയ്തു എന്നാണ് ആധുനിക ക്രിസ്തീയ പഠനങ്ങളിലുള്ളത്, ബിബ്ലിക്കൽ പഠനങ്ങളിലുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു കൺസെപ്റ്റ് ഒന്ന് പുനഃപരിശോധിക്കേണ്ടതുണ്ടെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അങ്ങനെയാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് ശേഷം അവിടെ ഈ ഒരു കോപ്റ്റിക് രാജവംശത്തിൻ്റെ ഉദയം ഉണ്ടാകുന്നത്. അവരിലാണ് ഫിറോൻ രാജവംശം ശക്തമാകുന്നത്. ഇവിടെ മറ്റൊരു പ്രശ്നം കൂടെ. ഈ ഇടയ രാജവംശവും ഫിറോൻ്റെ രാജവംശവും തമ്മിൽ ആരാധനാ രീതികളിൽ വ്യത്യാസമുണ്ടായിരുന്നു. ഈ ഈജിപ്ഷ്യൻ മതരീതികളെ ഇടയ രാജവംശം അംഗീകരിച്ചിരുന്നില്ല. അറബ്, ഷാം, ഈ ഫലസ്തീൻ പ്രദേശങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന വിഗ്രഹങ്ങളെയാണ് ഇവർ ആരാധനാമൂർത്തികളാക്കി കൊണ്ടു നടന്നിരുന്നത് ഈ ഇടയ രാജവംശം. ആ ഷിർക്കിനോടാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമും കുടുംബവും ഇവർ വാദിച്ചിരുന്നത്, ദഅവത്ത് നടത്തിയിരുന്നത്. പിന്നീട് അത് പോവുകയും ഈജിപ്ഷ്യൻ ഫറോവൻ അവർ സ്വതന്ത്രമായ ഈജിപ്ഷ്യൻ മതദേവതകളെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരികയും അതിനെ അംഗീകരിക്കാത്ത ഇസ്രായേലികളെ പീഡിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്തു എന്നതാണ് ചരിത്രത്തിൽ കാണുന്നത്. നമുക്ക് ഖുർആൻ തന്നെ പറയുന്നുണ്ട്, നമ്മുടെ ഈ വിഗ്രഹങ്ങളെ ആരാധിക്കാത്ത, അനുസരിക്കാത്ത, അംഗീകരിക്കാത്തവരാണ് ഇസ്രായേലികൾ എന്ന രീതിയിൽ ഖുർആൻ ഇസ്രായേലികളെ പരാമർശിക്കുന്ന ഈ ഫിറോൻ്റെ വാക്കുകളിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടും മതത്തിൻ്റെ വ്യത്യാസവും കൂടെ ഉണ്ട്. കാരണം എന്തുകൊണ്ടാണ് ഫിറോൻ അല്ലെങ്കിൽ ഫിറോൻ്റെ രാജവംശം ഇസ്രായേലികളെ എത്രത്തോളം പീഡിപ്പിച്ചത്? അതിലൊരു കാരണം ഈ മതവിശ്വാസത്തിൻ്റെ കാരണങ്ങളാണ്. പിന്നീട് നമ്മൾ അടുത്ത വിഷയം വരുമ്പോൾ, അതായത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ വഫാത്തിന് ശേഷം, ഇതൊക്കെ നീണ്ട കഥകളാണ്, ഞാൻ ചരിത്രത്തെ ചുരുക്കിക്കൊണ്ടു പോവുകയാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ കൊണ്ടുവരുന്ന കഥയുണ്ട്.
ഏകദേശം 110 വയസ്സെങ്ങാണ്ടായിരുന്നു ഇത്രേ യാക്കൂബ് നബി അലൈഹി സ്വലാം. പിന്നീട് കുറച്ച് വർഷം കൂടെ അദ്ദേഹം അവിടെ ജീവിച്ചു എന്നും അത് വലിയ ഒരു രാജവംശത്തിൻ്റെ ഏറ്റവും വലിയ ആഘോഷമായിരുന്നു ഫലസ്തീനിൽ നിന്ന് യാക്കൂബ് നബി അലൈഹി സ്വലാമിനെയും സഹോദരന്മാരെയും കൊണ്ടുവരുന്നതും സ്വീകരിക്കുന്നതെന്നൊക്കെ ബൈബിൾ വിശദീകരിക്കുന്നുണ്ട്. ഈ വരവാണ് കനാൻ അല്ലെങ്കിൽ ഫലസ്തീൻ പ്രദേശത്ത് നിന്ന് ഈജിപ്തിലേക്കുള്ള ഇസ്രായേലികളുടെ വരവിൻ്റെ തുടക്കം. ആ ഭാഗത്താണ് ഇസ്രായേലികൾ അധികാരം കൊണ്ടുവരുന്നത്. ഇവിടെ മറ്റൊരു ഖുർആനി ചർച്ചകളും കൂടെ ഉണ്ട്. അതായത് യൂസുഫ് നബി അലൈഹി സ്വലാം ചക്രവർത്തി ആയതാണോ അല്ല മന്ത്രി ആയതാണോ എന്ന് പറയുന്ന ഒരു ചർച്ച നമ്മുടെ തഫ്സീറുകളിൽ വിശദീകരണങ്ങൾ കാണാം. ബിബ്ലിക്കൽ നരേഷനിൽ അദ്ദേഹം ചക്രവർത്തി ആയതെന്നാണ്, ഇവിടെ ഉണ്ടായിരുന്ന ഭരണാധികാരി അദ്ദേഹത്തെ ചക്രവർത്തിയാക്കി മാറ്റിയെന്നാണ്. പക്ഷേ നമ്മുടെ തഫ്സീറുകളിൽ അദ്ദേഹത്തെ മന്ത്രിയാക്കിയെന്നാണ് നമ്മൾ വിശദീകരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സമ്പൂർണ്ണനായ ഒരു അധികാരിയായി മാറുമ്പോഴാണ് യൂസുഫ് നബി അലൈഹി സ്വലാമിന് കുടുംബത്തെ ഒരു രാജ്യത്തിൻ്റെ വലിയൊരു ആഘോഷമാക്കി സ്വീകരിക്കാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല ആ ഒരു ഭരണകൂടത്തിൻ്റെ പ്രധാന പങ്കാളികളാക്കി കുടുംബത്തെ ആക്കാനും പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു ലോജിക്കൽ പ്രശ്നം കൂടി ഈ രണ്ട് അഭിപ്രായത്തിൻ്റെ പുറകിലുണ്ട്. എന്നാലും മുസ്ലിം നമ്മുടെ മുഫസ്സിറുകൾ ഇപ്പോഴും അദ്ദേഹം മന്ത്രിയാണ് എന്ന രീതിയിലാണ് കൂടുതൽ വിശദീകരിക്കുന്നത്. നിങ്ങൾ എക്സ്ട്രാ വായനയ്ക്ക് അങ്ങനെയിൽ പറയുന്നത് മാത്രം. എന്നാൽ പോലും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഘട്ടത്തിലാണ് ഈജിപ്തിലേക്ക് ഇസ്രായേലികളുടെ വരവ് സംഭവിക്കുന്നത്. അവിടെ നിന്നാണ് പിന്നീട് ഈ ഇടയ രാജാക്കന്മാരുടെ സ്വഭാവം ഞാൻ നേരത്തെ വിശദീകരിച്ചിരുന്നു. അവരുടെ ഒരു പ്രത്യേകത പ്രകാരം ബാക്കിയുള്ളവരെ അംഗീകരിക്കുന്ന അവർ തന്നെ വിദേശീയരാണ്. അവർ തന്നെ ഈജിപ്തിലേക്ക് വന്നതുകൊണ്ട് തങ്ങളെപ്പോലെ പുറത്തുനിന്ന് വരുന്നവരെ സ്വീകരിക്കാൻ കഴിയുന്നവരായിരുന്നു. എന്നാൽ കിബിത്തികൾ അങ്ങനെ ആയിരുന്നില്ല. ഈജിപ്ഷ്യൻ പ്രദേശം മിസ്രയീം എന്നാണ് ബൈബിളിൽ ഈജിപ്തിനെ വിശദീകരിക്കുന്നത്. മിസ്രയീം. അപ്പം മിസ്രയീമിൻ്റെ ഒരു വളർച്ച, മിസ്രയീം ജനതയുടെ ഭരണാധിപത്യം, നമുക്ക് പറയാം നാഷണലിസ്റ്റിക് ചിന്ത എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഭാഗമായിട്ടാണ് കോപ്റ്റിക്കുകൾ വളരുകയും അവർ ഇവരെയൊക്കെ അടിച്ചോടിക്കുകയും അതിൻ്റെ ഭാഗമായി അധികാരം നിലനിർത്തുകയും ചെയ്യുന്നത്. അതിൽ പ്രധാനമായി അവർ ശ്രദ്ധിച്ചത് ഇവരുടെ ദൈവ ആരാധനകളെ. കാരണം എല്ലാ ഇസ്രായേലികളും പിന്നീട് വന്ന് അവർക്കിടയിൽ ശിർക്ക് വ്യാപിച്ചിരുന്നു. എല്ലാവരും മുസ്ലിങ്ങളായിരുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർക്കിടയിൽ വന്ന ഏകദേശം എല്ലാ പ്രവാചകന്മാരുടെയും പ്രധാന ദഅവത്ത് ഷിർക്കിനെതിരെയായിരുന്നു. അത് ഇസ്രായേലികളുടെ, അതായത് മുസ്ലിം എന്ന് അന്ന് കരുതിയിരുന്ന അവർ തന്നെ പല രീതിയിൽ ഷിർക്കിലേക്ക് പോയി. ഇത് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്ന മൂസാ നബിയുടെ കഥയിലാണ് ഞാനത് പറയാം. അപ്പോൾ ഇവരും അവിടെ തന്നെ ഓൾറെഡി ഷിർക്കുള്ളത് കൊണ്ട് അവരുടെ ദൈവാരാധനയ്ക്ക് ആധിപത്യം കിട്ടുക എന്നതായിരുന്നു ഇവരുടെ പ്രധാന ലക്ഷ്യം. നിങ്ങളത് ഇന്ത്യൻ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ കാണാം. നമ്മുടെ ഈ സൗത്ത് ഇന്ത്യൻ ഭരണ രീതികളിൽ ശൈവ ഭരണാധികാരികളുമുണ്ട്, വൈഷ്ണവ ഭരണാധികാരികളും ഉണ്ടായിരുന്നു. ശൈവന്മാർ വൈഷ്ണവന്മാർക്കെതിരെ യുദ്ധം ചെയ്തിട്ട് വിഷ്ണുവിൻ്റെ വിഗ്രഹം മാറ്റി ശിവൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കുക എന്നതായിരുന്നു അവരുടെ രീതി. അത് തിരിച്ചും സംഭവിക്കുമായിരുന്നു. എന്നതുപോലെയാണ് ആരാണോ ഭരിക്കുന്നത് അവരുടെ ദൈവസങ്കല്പങ്ങൾക്ക് സുപ്രീമസി കൊടുക്കുക എന്നതായിരുന്നു. അതാണ് കോപ്റ്റിക്കുകളും ആദ്യം ചെയ്തത്. രണ്ടാമത് ചെയ്തത് ഇവരുടെ എണ്ണം പെരുകുന്നു എന്നുള്ളതാണ്. മറ്റൊരു കഥ നമ്മൾ പ്രത്യേകം പറയേണ്ടത്, സാധാരണ ഇസ്രായേലി ജനതയെക്കുറിച്ച് പറയുമ്പോൾ ഒരു റേസിൻ്റെ പ്യൂരിറ്റിനെ കുറിച്ച് പറയാറുണ്ട്. ഇസ്രായേലികൾ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കൾ പരമ്പരയാണ്, വേറൊന്നുമില്ല. അതുകൊണ്ട് ഇസ്രായേലികൾ ആ ഒരു പരമ്പരയാണ്, മിക്സഡ് റേസ് ഒന്നുമല്ല എന്ന് അവർ പൊതുവെ പറയാറുണ്ട്. വളരെ തെറ്റാണ്. കാരണം യാക്കൂബ് നബി അലൈഹി ഇസ്ലാമും സംഘവും ഈജിപ്തിലേക്ക് വരുമ്പോൾ 67 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 500 വർഷത്തിനിടയിൽ മൂസാ നബിയുടെ കാലത്തിലേക്ക് എത്തുമ്പോൾ ഏകദേശം 6 ലക്ഷത്തിലധികം ആൾക്കാരായി വർദ്ധിക്കുന്നു. അതിന് മെയിൻ കാരണം വിവാഹങ്ങളാണ്. ഈ ചെറിയ സംഘം വിവിധ ആൾക്കാരുമായി വിവാഹം കഴിക്കുകയും മിക്സഡ് റേസ് ഉണ്ടാവുകയും ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇങ്ങനെ പ്യൂരിറ്റി അവർക്ക് അവകാശപ്പെടാൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പോലും കഴിയില്ല എന്നാണ് എൻ്റെ അർത്ഥം. അത് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തേക്ക് വരുമ്പോൾ ലക്ഷക്കണക്കിന് 6 ലക്ഷത്തിലധികം ആൾക്കാരുടെ എണ്ണം നമുക്ക് പറയുന്നത് കാണാം. അപ്പോൾ അത് ഈ യൂസുഫ് നബിയുടെ കാലത്തിൻ്റെ കണക്ക് വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ യൂസുഫ് നബി പോകുന്നു, കിബിത്തികൾ അധികാരത്തിൽ വരുന്നു. അവിടെ ഇസ്രായേൽക്കിടയിലും വേറെ പ്രവാചകന്മാരെ ബൈബിൾ പരാമർശിക്കുന്നുണ്ട്. നൂൻ പ്രവാചകൻ എന്ന രീതിയിൽ ഒരു പ്രവാചകനെ ബൈബിൾ പരാമർശിക്കുന്നുണ്ട്. ആ നൂൻ പ്രവാചകനാണ് മൂസാ നബിയെ നീ ഇസ്രായേലി വംശജനാണെന്ന് ബോധിപ്പിക്കുന്നത്. അതുവരെ അറിയില്ലായിരുന്നു. കുഞ്ഞിൻ്റെ കഥ നമുക്കറിയാമല്ലോ. അദ്ദേഹം ഇവിടെ എത്തുന്നു, അവിടെ വളരുന്നു, യുവരാജാവായി വളരുന്നു. പക്ഷെ അപ്പോഴും ഇസ്രായേലി ആണെന്ന് ബോധിപ്പിക്കുന്നത് നൂൻ പ്രവാചകനാണ്.
ആ നൂൻ പ്രവാചകൻ്റെ മകനാണ് ജോഷുവ അല്ലെങ്കിൽ ജോഷുവ എന്ന് ബൈബിൾ പരാമർശിക്കുന്ന, അല്ലെങ്കിൽ യോശുവ എന്ന് പരാമർശിക്കുന്ന യൂഷ ഇബ്നു നൂൻ. സൂറ കഹ്ഫിൽ മീൻ പിടിക്കാൻ പോകുമ്പം ഒരു ഫത്ത എന്ന് ചെറുപ്പക്കാരനെ പരിചയപ്പെടുന്നുണ്ടല്ലോ, അത് ഈ യൂഷാണ്. അത് മാത്രമല്ല, മൂസാ നബി അലൈഹി ഇസ്ലാമിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഖലീഫയായി മാറുന്ന ബൈബിളിൽ അദ്ദേഹത്തെ പ്രവാചകനായി വീണ്ടും പരിചയപ്പെടുത്തുന്നുണ്ട്. മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ ദഅവത്തിന് ശേഷം, വഫാത്തിന് ശേഷം 28 മറ്റോ വർഷം ഇദ്ദേഹമാണ് ഇസ്രായേലി സമൂഹത്തെ നയിക്കുന്നത്. അദ്ദേഹത്തെ പിന്നെ ബൈബിൾ യോശുവ പ്രവാചകൻ എന്നാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ഖുർആനിൽ ഇദ്ദേഹത്തെയും വേറെ ചില സന്ദർഭങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ നൂൻ പ്രവാചകനാണ് ഇദ്ദേഹത്തെ താങ്കൾ ഇസ്രായേലിയാണെന്ന് ബോധിപ്പിക്കുന്നത്. അങ്ങനെയാണ് പിന്നീട് ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതും ഇസ്രായേലിയും ഖിബ്തിയും തമ്മിൽ അടികൂടുമ്പോൾ ഖിബ്തിയെ അടിച്ചു കൊല്ലുകയും അവിടുന്ന് പിന്നീട് യാത്രയാവുകയും ഷുഐബ് നബി അലൈഹി ഇസ്ലാമിനെ കണ്ടുവെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അവിടെ വെച്ച് ഷുഐബ് നബി അലൈഹി ഇസ്ലാമിനെ മദിയൻ ഭാഗത്ത് കാണുന്നു. അവിടെ ഉള്ള വർത്തമാനങ്ങളൊക്കെ നമുക്കറിയാം. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു മകളെ വിവാഹം കഴിക്കുന്നു. കുറച്ച് വർഷം, 10 വർഷക്കാലം ഒരു സന്ധിയുടെ പേരിൽ അവിടെ ജീവിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷം പിന്നീട് യാത്രയാവുന്നു. ആ യാത്രയിൽ അള്ളാഹുമായിട്ടുള്ള വർത്തമാനങ്ങൾ കാണുന്നു. അവിടെ വെച്ചിട്ടാണ് ഫിറോൻ്റെ അടുത്തേക്ക് തിരിച്ച് ഈജിപ്തിലേക്ക് പോകുവാൻ പറയുന്നത്. ഇതൊക്കെയും ഇസ്രായേലി കഥകളാണ്. ഇസ്രായേലി അവരുടെ യാത്രകളുടെ എക്സോഡസിൻ്റെ അവരുടെ പുറപ്പാടിൽ എന്ന് പറയുന്ന ഭാഗത്ത് ഇതൊക്കെയും ബൈബിളിൽ നന്നായി വിശദീകരിക്കുന്നുണ്ട്. ഖുർആനിലും ഇങ്ങനെയുള്ള അവിടെ ഇവിടെയും ഖുർആനിൽ പരാമർശിക്കുന്നത് മൂസാ അലൈഹി ഇസ്ലാമിനെയാണ്. അപ്പം ഇങ്ങനെയുള്ള ചില ചിതറിയ വിശദീകരണങ്ങളിൽ മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ ഒരു മുഴുവൻ പിക്ചർ നമുക്ക് കിട്ടാം. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് യാത്രയാവുന്നു. പിന്നീട് ഹാറൂൻ നബി അലൈഹി ഇസ്ലാമുമായി നേരെ ഈജിപ്തിലേക്ക് തിരിച്ചെത്തുന്നു. എവിടെ നിന്നാണോ അവർ പോയത്, അധികാരം നഷ്ടപ്പെട്ടത്, അങ്ങോട്ട് തന്നെ ഈജിപ്തിലേക്ക്. ആ ഫിറോൻ്റെ കുടുംബത്തിലാണല്ലോ ഇദ്ദേഹം വളർന്നത്. ഫിറോൻ്റെ മകനായിട്ടാണ് അവിടെ ഉണ്ടായിരുന്ന. ഫിറോൻ വളർന്നു വലുതാവുകയും പിന്നീട് 2 വിശദീകരണങ്ങൾ കാണാം. ഇദ്ദേഹം ചെന്ന് കാണുന്നത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന പിതാവായ ഫിറോനെയാണെന്നും, അതല്ല അദ്ദേഹം മരണപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ സഹോദരനായി വളർന്ന ഫിറോനാണ് ഭരണാധികാരിയായി മാറിയെന്ന് പറയുന്ന വിശദീകരണങ്ങളുണ്ട്. എന്താണെങ്കിലും ഫിറോൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ബാക്കിയുള്ള സംവാദങ്ങളും മാജിക് ഇടപെടലുകളും ഒക്കെ ഉണ്ടാകുന്നു. അവിടുന്ന് അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന ചരിത്രം, അതായത് പീഡിതരായ ഇസ്രായേലികളെ വിമോചകനായി വരുന്നു. അതാണല്ലോ മുഹറം വിഷയമായി നമ്മൾ കണക്ട് ചെയ്യുന്നത്. അങ്ങനെ അവരെ മോചിപ്പിച്ചു പോകുന്നു. അവിടെ ചെങ്കടൽ ഭാഗത്തേക്കോ കടൽ പ്രവൃത്തി പോകുമ്പോൾ ഈ കൊണ്ടുപോകുന്ന ജനസമൂഹം, അപ്പോൾ ഇസ്രായേലി ജനസമൂഹം മുസ്ലിങ്ങളാണ്. പക്ഷേ ഈ മുസ്ലിങ്ങളായി ജീവിച്ചത്, അതായത് പ്രവാചകൻ്റെ അനുയായി ജീവിച്ചിരുന്ന ഈ മനുഷ്യന്മാർ ഖിബ്തികളുടെ കൂടെ നൂറ്റാണ്ടുകളായി വർഷങ്ങളായി ജീവിച്ചത് കൊണ്ട് അവരിലും ബിദ്അത്ത് ഖുറാഫാത്ത് ഇന്ന് നമ്മൾ പറയുന്ന രീതിയിലുള്ള ഒരുപാട് ഷിർക്കൻ എലമെൻറ്റുകളും ബാക്കിയായിരുന്നു. അതുകൊണ്ടാണ് കടൽ പിളർത്തി കൊണ്ടുപോകുന്ന ഭാഗത്ത് തന്നെ നമുക്കറിയാം, ഖുർആൻ തന്നെ വിശദീകരിക്കുന്നുണ്ട്, ഞങ്ങൾക്കും കൂടി ആ വിഗ്രഹം ഉണ്ടാക്കി തരാൻ പറ്റുമോ എന്ന് ഒരു ഗ്രാമത്തിലൂടെ കടന്നു പോകുമ്പോൾ വിഗ്രഹങ്ങൾ കാണുമ്പോൾ ചോദിക്കുന്നത്. നിങ്ങൾ എന്ത് വർത്താനാണ് ഈ പറയുന്നതെന്ന് മൂസാ അലൈഹി ഇസ്ലാം അവരോട് തിരിച്ചു പറയുന്നത്. അതൊക്കെയും അതായത് ഒരു അടിമകളായി ജീവിച്ചിരുന്ന ആ ജനസമൂഹത്തിൽ അവരുടെ ഭൗതികമായി പോലും ഈ അടിമത്തം എത്രത്തോളം എഫക്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഖുർആൻ അവനെ ഉപയോഗിക്കുന്നത് യസ്തഹ്യൂന നിസാഅക്കും വയഖ്തുലൂന അബ്നാഅക്കും യസ്തഹ്യൂന നിസാഅക്കും എന്ന് പറയുന്ന പദമാണ്. വയസൂഊന സൂഅൽ അദാബ്, അവർ കഠിനമായ ശിക്ഷ നൽകിയിരുന്നു. അതായത് ശാരീരികവും മാനസികവുമായ പതിറ്റാണ്ടുകളായിട്ടുള്ള പീഡനം അവരെത്രത്തോളം മോശമായ സാഹചര്യത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. മുസ്ലിം സമൂഹമായിരിക്കെ തന്നെ ഇനി മൂസ ഇല്ലെങ്കിൽ പകരം ഒരു ദൈവത്തെ ഞങ്ങൾക്ക് ഒപ്പിച്ചു തരും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെത്തിച്ചത്. അതിൻ്റെ കൂടെ വേറൊരു വർത്തമാനം കൂടെ നമ്മൾ പറയണം. ബിബ്ലിക്കൽ നരേഷൻ്റെ ഒരു പ്രശ്നം നമ്മുടെ കിതാബുകൾ ഇപ്പോഴുമുണ്ട്. അതിലൊന്നാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ജന്മവുമായി ബന്ധപ്പെട്ട വർത്തമാനം. അതിൽ നമ്മുടെ സാധാരണ പറയുന്നുണ്ട്, ജ്യോതിഷന്മാരാരോ ഫിറോനോട് പറഞ്ഞു ഒരു കുട്ടി ജനിക്കാൻ പോകുന്നു, അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ആൺകുട്ടികളെയൊക്കെ കൊല്ലുക, പെൺകുട്ടികളെയൊക്കെ വെറുതെ വിടുക. പക്ഷെ അത് ഖുർആനിലില്ലല്ലോ. പക്ഷെ നമ്മുടെ തഫ്സീറുകളുണ്ട്. എന്നാൽ അത് ബൈബിളിലുമില്ല. ഇസ്രായേലി കഥകളിലാണ് അതുള്ളത്. ഇസ്രായേലി കഥകളിലുള്ള ബൈബിൾ വിശദീകരിച്ചില്ലാത്ത ആ വിശദീകരണമാണ് നമ്മുടെ തഫ്സീറുകളിലുള്ളത്. എന്തിനായിരിക്കും അപ്പോൾ ആണുങ്ങളെ വധിക്കുകയും പെണ്ണുങ്ങളെ കൊല്ലുകയും ചെയ്തത്? കാരണം ഇസ്രായേലി ജനവംശം കൂടുന്നതും അതുപോലെ തന്നെ അവരെ ഇല്ലാതാക്കാൻ ആണുങ്ങളെ നശിപ്പിച്ചാൽ മതി. റീപ്രൊഡക്ഷൻ പ്രോസസ്സ് ഇല്ലാതാക്കുക, ഖിബ്തികളുടെ ആധിപത്യം നിലനിർത്തുക. ആണുങ്ങളുണ്ടാകുമ്പോഴാണ് ചെറുത്തുനിൽപ്പുകൾ ഉണ്ടാവുക. അന്നത്തെ ഒരു രീതികൾ അതാണല്ലോ, ട്രൈബൽ സൊസൈറ്റി ആണല്ലോ.
അന്നത്തെ ഒരു കഷ്ടം അതാണ്. അതുകൊണ്ടാണ് ഈ വാദം ഉണ്ടായത്. അതല്ലാതെ നമ്മൾ സാധാരണ പറയുന്നത് ഇവിടെ കൃഷ്ണൻ്റെയും കംസൻ്റെയും കഥയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുക. എത്രത്തോളം നമ്മുടെ ചിന്തയിൽ പോലും ഇങ്ങനെ ഫോക്ലോർ കഥകൾ ഉണ്ടായെന്നും നമ്മുടെ തഫ്സീലുകൾ അത് എഫക്റ്റ് ചെയ്തെന്ന് ആലോചിക്കുക. എന്താണെങ്കിലും ആ സംഭവമല്ല, പകരം ഈ തിബറ്റുകളുടെ നാഷണലിസം, അവരുടെ മിസ്രയും ഈജിപ്ഷ്യൻ വാദത്തിൻ്റെ ഒരു പ്രതിഫലനമായിരുന്നു പെണ്ണുങ്ങളെ വധിക്കാതെയും ആണുങ്ങളെ വധിച്ചിട്ടുമുള്ള ഒരു ഇടപാടുള്ള സംഭവം. ഇവരെ പിന്നീട് ഇവിടുന്ന് മോചിപ്പിക്കുകയും അവിടുന്ന് ഭാഗത്തേക്ക് കൊണ്ടുപോവുകയും അതിൻ്റെ ഭാഗമായി നദീതീരത്ത് എത്തുകയും ചെയ്യുന്ന ഒരു സംഭവമുണ്ടല്ലോ. ഫാറാൻ എന്ന് പറയുന്ന സീനായി ഉപദ്വീപിൻ്റെ ഒരു ഭാഗത്തേക്കാണ് മൂസ അലൈഹി സ്വലാം ഇവരെ കൊണ്ടെത്തിക്കുന്നത്. അവിടെ എത്തിച്ചിട്ടാണ് പിന്നീട് മൂസ അലൈഹി സ്വലാം ഇവരോട് പറയുന്നത് എന്താണ്, ജോർദാൻ ഭാഗത്തേക്കുള്ള ഒരു ജനതയുണ്ട്, അവിടെ കയറണമെങ്കിൽ അവിടുത്തെ ഭരണാധികാരികളോട് നിങ്ങൾ യുദ്ധം ചെയ്യണം. അപ്പോൾ ഇവരെന്താ തിരിച്ചു പറയുന്നത്, നിങ്ങൾ മടിയാണ്. ആദ്യം ഖുർആനിലും അതേപോലെ തന്നെ ബൈബിളിലും, പ്രത്യേകിച്ച് ബൈബിളിൽ ഞാൻ നേരത്തെ പറഞ്ഞ യൂഷ ഇബ്നു നൂനിനെയും മറ്റൊരു വിശ്വാസിയായ ശരിയായ സത്യവിശ്വാസിയായ ഒരാളാണ് കാലിബ് ഇബ്നു യൂഫന്ന. ഈ രണ്ടുപേരുമാണ് പിന്നീട് യഹൂദരെ കൊണ്ട് നടക്കുന്നത്. ഈ കാലിബ് ഇബ്നു യൂഫന്നയെയും അതുപോലെ തന്നെ യൂഷ ഇബ്നു നൂനിനെയും മൂസ അലൈഹിസ്സലാം ആ ഭാഗത്തേക്ക് അന്വേഷിക്കാൻ പറഞ്ഞു വിടുന്നത് എന്താണ് അവരുടെ അവസ്ഥ എന്ന്. ഇവർ തിരിച്ചു വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഇസ്രായേൽ ജനത പൊട്ടിക്കരയാൻ തുടങ്ങിയെന്നും നീ ഞങ്ങളെ ഇങ്ങനെ കൊലയ്ക്ക് കൊടുക്കാനാണോ കൊണ്ടുവന്നതെന്ന് മൂസ അലൈഹി ഇസ്ലാമിനോട് ഇസ്രായേലികൾ ചോദിക്കുന്നുണ്ട്. ഏതുപോലെ, അതായത് മുമ്പിൽ വലിയ കടലും പുറകിൽ ഫിറോൻ വന്നപ്പോഴും ചോദിച്ചതുപോലെ വീണ്ടും അതേ ചോദ്യം ഈ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന സമൂഹം മൂസ അലൈഹി ഇസ്ലാമിനോട് വീണ്ടും ചോദിക്കുന്നുണ്ട്. സാധാരണ നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂസ അലൈഹി ഇസ്ലാം ഖുർആൻ ഏറ്റവും വലിയ ക്ഷിപ്രകോപിയായി പരിചയപ്പെടുത്തിയത് മൂസ അലൈഹി ഇസ്ലാമിനെയാണ്. ദേഷ്യം വന്ന ഒരാളെ അടിച്ചു കൊന്ന ആളാണ്. ബൈബിളിൽ ഈ ഷുഐബ് നബിയുടെ മക്കളെ കാണുന്ന ഒരു സീൻ വിശദീകരിക്കുന്നുണ്ട്. ഖുർആനിൽ അവരുടെ അടി ബഹളമൊന്നും പറയുന്നില്ലെങ്കിലും പോലും ബൈബിളിൽ അടി പറയുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മക്കൾക്ക് വെള്ളം കൊടുക്കാതെ കുറച്ച് ആട്ടിടയന്മാർ അവർ ഭയങ്കര റൂഡ് സ്വഭാവം കാണിക്കുകയും മൂസ അലൈഹി ഇസ്ലാം കയ്യിലുള്ള വടിയെടുത്ത് അവരെ അടിച്ചു കൊടുക്കുകയും അങ്ങനെ വെള്ളം കൊടുത്തു എന്നാണ് പറയുന്നത്. ഒരു ദേഷ്യപ്രകടനത്തിൻ്റെ രീതി കാണാം. പിന്നീട് അടുത്ത ദേഷ്യപ്രകടനം നമ്മൾ കാണുന്നത് ഹാറൂൻ നബി. ബൈബിളിൽ ഹാറൂൻ നബി മൂസ അലൈഹി ഇസ്ലാമിൻ്റെ 3 വയസ്സ് മൂത്ത ആളായിട്ടാണ് കാണിക്കുന്നത്. ജ്യേഷ്ഠനാണ് എൻ്റെ അർത്ഥം. താടിക്കും മുടിയിലൊക്കെ കയറി പിടിച്ചുകൊണ്ട് വഴക്കിട്ടു എന്നാണ്. ബൈബിളിൽ അദ്ദേഹത്തെ ചവിട്ടി താഴിട്ടു എന്നാണ്. കയ്യിലിരുന്ന അള്ളാഹു കൊടുത്ത ഫലകങ്ങൾ വലിച്ചെറിഞ്ഞു എന്നാണ്. നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഇമാജിക് ചിത്രങ്ങളാണ് ഖുർആൻ മൂസ നബിയെ ചിത്രീകരിക്കുന്നത്. എന്നാൽ ഈ സംഭവത്തോടെടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി തരാൻ പറയുന്ന ഒരു സംഭവം ഉണ്ടാകുമ്പോഴും അതുപോലെ തന്നെ നീ നിൻ്റെ റബ്ബും കൂടെ പോയി യുദ്ധം ചെയ്യൂ എന്ന് പറയുമ്പോഴും മൂസ നബിയുടെ വല്ലാത്ത പ്രതികരണം ഖുർആൻ ചിത്രീകരിക്കുന്നില്ല. അതിന് കാരണം അപ്പോഴത്തേക്ക് മൂസ നബി വയസ്സനാവുകയും കുറച്ചും കൂടി പക്വതയുള്ള ഒരാളായി മാറി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ പറഞ്ഞു വന്നത് മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ഈജിപ്തിൽ നിന്നുള്ള അവിടുന്ന് പോവുകയും രക്ഷപ്പെടുത്തി പോവുകയും പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ ത്വാഹയിലും 77-78 ആയത്തുകളിലും സൂറ ഷൂറയിൽ 52 മുതൽ 56 വരെ ആയത്തുകളിലൊക്കെയും അവരെ യുദ്ധം ചെയ്യുന്ന, ഇത് പുറത്തുള്ള ആൾക്കാരുമായി യുദ്ധം ചെയ്യാൻ പറയുകയും എന്നാൽ ഞങ്ങൾ ഭീരുക്കളാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ചില സീനുകൾ അവിടെ വിശദീകരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം മരണപ്പെടുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ യൂഷ ഇബ്നു നൂനെ അധികാരം ഏൽപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ഖലീഫ എന്ന രീതിയിലാവുകയും മാറിയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഏകദേശം 28 വർഷക്കാലം അദ്ദേഹവും അവരെ നേതൃത്വത്തിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പോലും ഇവർക്കിടയിലുള്ള വിഗ്രഹാരാധനയോടുള്ള താല്പര്യങ്ങൾ കുറഞ്ഞില്ല എന്നാണ് ബൈബിൾ വിശദീകരിക്കുന്നത്. അവർക്കതിനുശേഷം ധാരാളം പ്രവാചകന്മാർ വന്നു. ഈ പ്രവാചകന്മാരുടെ എല്ലാം യശവ്വ, യശോയ, ഇരമ്യ, മീഖ, ഒരുപാട് പ്രവാചകന്മാരുടെ പേരുകൾ ബൈബിൾ പരാമർശിക്കുന്നുണ്ട്. ഈ പ്രവാചകന്മാരെല്ലാവരും അവരോട് ശിർക്ക് ചെയ്യാൻ പാടില്ല എന്നാണ് പ്രത്യേകം പറയുന്നത്. എന്നിട്ട് പോലും അവർ കേട്ടില്ല എന്നാണ് ബൈബിൾ വിശദീകരിക്കുന്നത്. അതായത് 40 വർഷം ഇവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിട്ട് 40 വർഷം മൂസ അലൈഹി ഇസ്ലാം ദഅവത്ത് നടത്തി, 28 വർഷം യൂഷ കൈകാര്യം ചെയ്തു. എന്നിട്ട് പോലും അവർക്ക് ഈ പ്രവാചകന്മാരുടെ സാന്നിധ്യം ഉണ്ടായിട്ട് അതുപോലെ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങളും ഉണ്ടായി. നമുക്കറിയാം മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ഇടക്കാല ജീവിതത്തിൽ 3 അനുഗ്രഹങ്ങൾ കൊടുക്കുന്നുണ്ട്. പുഴകൾ
വടി കല്ലടിക്കാൻ പറയുന്നു. അങ്ങനെ 12 പുഴകൾ നദികൾ ഒഴുകി വരുന്നു. അതിൻ്റെ കൂടെ തന്നെ അവർക്ക് മേഘത്തിൻ്റെ തണലുകൾ അള്ളാഹു കൊടുക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ മന്ന സൽവ ഒക്കെയും ഇത് കൊടുത്തിട്ടും ഇതുപോലെ ഇനി പച്ചക്കറി വേണം എന്നൊക്കെ പറയുന്ന വിശദീകരണം സൂറ ബഖറയിൽ വിശദീകരിക്കുന്നത് കാണാം. അത് മാത്രമല്ല, അതുകൊണ്ടാണ് ഖുർആനിൽ നമ്മളോട് കൽപ്പിക്കുന്നത് മൂസയോട് അവർ ഇസ്രായേൽ ചോദിച്ച പോലെ നിങ്ങൾ ചോദിക്കരുത് കേട്ടോ എന്ന രീതിയിൽ അവരുടെ ഈ അത്യാർത്തിയും അതായത് ധൃതിയും ആർത്തിയും ഒക്കെ നമ്മുടെ കോമിൽ ഉണ്ടാവരുതെന്ന് ഇവരെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മളോട് പറയുന്നത് ഈ ഒരു അർത്ഥത്തിലാണ്. അതൊക്കെയും അത് മാത്രമല്ല, ഇവരെ വിശദീകരിക്കുന്ന ചില മറ്റുള്ള ഭാഗങ്ങൾ ഇവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 10 കമാൻഡ്മെൻറ്റ്സ് എന്ന് പറയുന്ന തോറയിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ കൊടുത്തു. അത് സൂറ ബഖറയിൽ 51-ാമത്തെ ആയത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ മറ്റു രീതിയാണ് കാളക്കുട്ടിയെ ഉണ്ടാക്കി, സാമിരിയുടെ നേതൃത്വത്തിൽ കാളക്കുട്ടിയെ ഉണ്ടാക്കിയിട്ട് ആരാധിക്കുന്ന ഭാഗം. അത് ആറാഫിൽ 148-ാമത്തെ ആയത്തിൽ. അതുപോലെ തന്നെ ഈ പുറപ്പാടിലും ഈ കാളക്കുട്ടിയെ ഉണ്ടാക്കുന്നത് പുറപ്പാടിലും എക്സോഡസ് എന്ന് പറയുന്ന ചാപ്റ്ററിലും ബൈബിളിലും വിശദീകരിക്കുന്നുണ്ട്. ചെറിയ വ്യത്യാസമാണെങ്കിൽ പോലും ഇതേ കഥകൾ സാമിരിയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കുന്നതായിട്ട് അവിടെയും വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ പിന്നീട് ഇതൊക്കെയും സംഭവങ്ങൾ കടന്നു പോയിട്ടുമാണ് ഈ 40 വർഷത്തിനുള്ളിൽ മൂസ അലൈഹി ഇസ്ലാം വീണ്ടും പുനർസംഘടന നടത്താൻ ശ്രമിക്കുന്നത്. അവിടെയൊക്കെയാണ് ഈ പുഴയും മഞ്ഞയും സഭയൊക്കെ ലഭിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നത്. എന്നിട്ടും ഇവർ മൂസ അലൈഹി ഇസ്ലാമിനോട് ധിക്കാരം പ്രവർത്തിക്കുന്ന വർത്തമാനം പറയുന്നുണ്ട്. അതുപോലെ തന്നെ മാഇദയിൽ നീ നിൻ്റെ റബ്ബുമായി പോയി യുദ്ധം ചെയ്യുക. മാഇദയിൽ 23-26 വരെ ആയത്തുകളിലാണ് നീ നിൻ്റെ റബ്ബുമായി യുദ്ധം ചെയ്യാൻ പറയുന്നത്. അവസാനം ആ ധിക്കാരം ഉണ്ടാകുമ്പോഴാണ് എന്നാൽ പിന്നെ 40 വർഷക്കാലം നിങ്ങൾ മരുഭൂമിയിൽ അലയാൻ വിധിക്കപ്പെട്ടു എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാകുന്നത്. അത് നമുക്ക് നീണ്ട ചരിത്രമാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഈ കാലഘട്ടത്തിൽ ധാരാളം ധാർമ്മികമായ അധംപതനം അവർക്കിടയിൽ സംഭവിച്ചു എന്നാണ് ബൈബിൾ തന്നെ പരാമർശിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ രംഗപ്രവേശനം ഉണ്ടാകുന്നത്. ഖുർആൻ ബൈബിളിലും ഖുർആനിലും പ്രത്യേകമായി എടുത്തു പറയുന്നൊരു കാര്യമാണ്. ഇസ്രായേലിൽ ഒരുപോലെ പ്രവാചകന്മാരെയും രാജാക്കന്മാരെയും നൽകിയതായി ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ രാജാവായ പ്രവാചകന്മാരെ ഖുർആൻ പരാമർശിക്കുന്നു. ഒന്ന് ദാവൂദ് നബി അലൈഹി ഇസ്ലാമും മറ്റൊന്ന് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമുമാണ്, വാപ്പായും മകനും. അത് ഈ സംഭവമാണ്. ഈ ധാർമ്മികത തകർന്നടിയുകയും പല ഭാഗങ്ങളായി ചിതറുകയും ചെയ്തു. ആ ചിതറിയ കുടുംബത്തെക്കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ജൂദയുടെ കുടുംബം, അതായത് യഹൂദയുടെ കുടുംബം. യഹൂദ എന്നാണ് അറബിയിൽ ഇംഗ്ലീഷിൽ ജൂദ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ബെഞ്ചമിൻ്റെ മറ്റൊരു കുടുംബം, അതുപോലെ തന്നെ യൂസഫിൻ്റെ മറ്റൊരു കുടുംബം. പല കുടുംബങ്ങളായും അതുപോലെ ബാക്കിയുള്ള മക്കളിലും ചെറിയ സബ് ട്രൈബുകളായും ഇവർ പടർന്ന് മാറിയിരുന്നു. ഈ പടർന്ന് മാറാമെന്ന് പറഞ്ഞാൽ ഓരോരുത്തരും പല ഭാഗങ്ങളിലേക്ക് ഛിന്ന ഭിന്ന ഭാഗവും ചെയ്തിരുന്നു. അങ്ങനെയാണ് ദാവൂദ് നബി അലൈഹി ഇസ്ലാം താലൂത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ സൈനിക ഭാഗത്തുണ്ടായിരുന്നത് ആളായിരുന്ന ദാവൂദ് നബി അലൈഹി ഇസ്ലാം ജാലൂത്തിനെ പരാജയപ്പെടുത്തുകയും അതിൻ്റെ ഭാഗമായി അധികാരം കിട്ടുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ മകനായ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം അധികാരത്തിലേക്ക് വരികയും ചെയ്യുന്ന സംഭവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു കാലഘട്ടം ദാവൂദ് നബി അലൈഹി ഇസ്ലാമാണ് അതുവരെ ചിഹ്നിച്ചുതറിയിരുന്ന സകല യഹൂദരെയും ഒന്നിച്ചത്. ജൂദാ കുടുംബത്തെയും പ്രത്യേകിച്ച് അതുപോലെ തന്നെ ഇസ്രായേലി കുടുംബത്തെയും. ഇസ്രായേലിൽ പ്രധാനമായും 2 കുടുംബമായി മാറിയിരുന്നു. അതിലൊന്ന് ഈ യഹോവയുടെ കുടുംബവും മറ്റൊന്ന് സാമിരിയാക്കൾ എന്ന് വിളിക്കുന്ന മറ്റൊരു കുടുംബവും. സാമിരികളും ഇത് രണ്ടും ഇസ്രായേലി രാജവംശങ്ങളാണ്. പക്ഷെ പ്രധാനമായും ഈ 2 രാജവംശങ്ങളായി മാറുകയും ബാക്കിയുള്ള മക്കളുടെ കുടുംബങ്ങൾ ഈ 2 രാജവംശങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന രീതിയിലായിരുന്നു. എന്നാൽ ദാവൂദ് നബി അലൈഹി ഇസ്ലാം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഇവരെയും ഒന്നിച്ചു കൂട്ടി. ഇതിന് മുമ്പൊരു സംഭവം ഉണ്ടാകുന്നു. സോൾ പ്രവാചകൻ എന്നാണ് ബൈബിൾ പരാമർശിക്കുന്നത്. അദ്ദേഹവും ഇതേപോലെ ആദ്യമായി ഈ യഹൂദരെ ഒന്നിച്ചു കൂടുന്ന സോൾ പ്രവാചകനാണ്. സോളെന്നോ പ്രൊനൗൺസ് ചെയ്യാം. രണ്ടാമത്തത് ദാവൂദ് നബി അലൈഹി ഇസ്ലാമാണ്. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് ശേഷം സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ദീർഘകാലം ഭരിക്കുന്നതായിട്ടാണ് ബൈബിൾ പരാമർശിക്കുന്നത്. പിന്നീട് അത് ഈ 970 മുതൽ 931 വരെ BC കാലഘട്ടത്തിലാണ് സുലൈമാൻ നബിയുടെ കാലഘട്ടം ഉണ്ടാകുന്നത്. ഇദ്ദേഹത്തിൻ്റെ അതായത് 931 ആവുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ വഫാത്ത് ആവുന്നതോടുകൂടി സുലൈമാൻ നബിയുടെ മകൻ ഒരു പക്ഷം പിടിക്കുകയും ബാക്കിയുള്ളവർ മറ്റു പക്ഷത്തിലാവുകയും വീണ്ടും ഛിന്ന ഭിന്നമായി മാറുകയും ചെയ്യുന്നു. ഇവിടെയാണ് പ്രധാനമായും 2 രാജവംശങ്ങളായി അക്ഷരാർത്ഥത്തിൽ രൂപപ്പെടുന്നത്. യഹൂദിയ രാജവംശം ഫലസ്തീൻ്റെ ഒരു ഭാഗത്തും സാമിരിയ രാജവംശം ഫലസ്തീൻ്റെ മറ്റൊരു ഭാഗത്തും. ഈ കാലഘട്ടത്തിലാണ് മറ്റു പല പ്രവാചകന്മാർ വരുന്നത്. നമ്മൾ ഖുർആൻ പരാമർശിക്കുന്ന സക്കരിയ പ്രവാചകൻ. അവിടെയാണ് ഭരണാധികാരികളും പൗരോഹിതന്മാരെല്ലാവരും ചേർന്നുകൊണ്ട് അദ്ദേഹത്തെ വധിച്ചു കളയുന്നത്. പിന്നീട് അത് നമുക്ക് നേരെ ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ അടുത്തേക്ക് എത്തിക്കാം. ആ ഭാഗത്താണ്
ഈ യോഹന്നാൻ അല്ലെങ്കിൽ യഹ്യ എന്ന് വിളിക്കപ്പെടുന്ന യഹ്യ നബി അലൈഹി ഇസ്ലാമിൻ്റെ കഥയുണ്ടാവുന്നത്. അവിടുത്തെ ഭരണാധികാരി തൻ്റെ കാമുകിയുടെ താല്പര്യപ്രകാരം യഹ്യ നബി അലൈഹി ഇസ്ലാമിൻ്റെ തല വെട്ടിയെടുത്ത് താരത്തിൽ കൊണ്ട് കൊടുക്കുന്ന കഥയൊക്കെയും ബൈബിളിൽ പരാമർശിക്കുന്നത് നമുക്ക് കാണാം. ഇതിൻ്റെ ഇടയിൽ ഖുർആൻ ഇവരുടെ പൊതു സ്വഭാവത്തെ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന യഹൂദന്മാർ, പ്രവാചകന്മാരെ വധിക്കുന്ന യഹൂദന്മാർ, ഈ ഇത്തഖ്ദു അഹ്ബാറഹും വറുഹ്ബാനും അർബാബം മിൻ ദൂനില്ലാഹ്, അവരുടെ പണ്ഡിത പുരോഹിതന്മാരെ അള്ളാഹുവിനെ കൂടാതെ റബ്ബുകളായി സ്വീകരിച്ച കഥ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. അതായത് പണ്ഡിത പുരോഹിതന്മാർക്ക് ജനത്തിൽ കൂടുതൽ സ്വാധീനം കിട്ടുക. ഈ ഒരു പശ്ചാത്തലത്തിലാണ്, തകർന്ന് ഇല്ലാതായ ഒരു പശ്ചാത്തലത്തിലാണ് യസ്രാ പ്രവാചകൻ, അതായത് ഉസൈർ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു വരവുണ്ടാവുന്നത്. അദ്ദേഹത്തിൻ്റെ കാലത്തേക്ക് എത്തുമ്പോൾ തൗറാത്ത് എല്ലാം നശിച്ചിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുറച്ച് അനുയായികളും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള വിശ്വാസങ്ങളും ചേർന്നുകൊണ്ടാണ് തൗറാത്തിൻ്റെ പുനർസംഘാടനം നടത്തുന്നത്. ആ തൗറാത്തിൻ്റെ ഒരു രീതിയാണ് ഇന്ന് നമ്മുടെ കയ്യിൽ കാണുന്ന ഈ ഓൾഡ് ടെസ്റ്റ്മെൻ്റ് എന്ന് വിളിക്കപ്പെടുന്നത്. ഉസൈർ നബിയുടെ ഒരു കോൺട്രിബ്യൂഷനായിട്ടാണ്. ഉസൈർ നബിയാണ് അവരുടെ ഒരു പരിഷ്കർത്താവായി പറയുന്നത്. അതുകൊണ്ടാണ് യഹൂദർ പലരും ഉസൈർ നബിയെ നബിയുടെ അള്ളാഹുവിൻ്റെ പുത്രൻ എന്ന രീതിയിൽ ആരാധിക്കാനും തുടങ്ങി. അതായത് യഹൂദ മതത്തിൻ്റെ സംരക്ഷകൻ എന്ന നിലയിൽ ഉസൈർ നബി മാറിയപ്പോൾ ആ ഉസൈർ നബിയെ അതിന് കുറച്ച് ഐഡൽ വർഷിപ്പ് കൂടുകയും വ്യക്തിപൂജ കൂടുകയും ആ ഉസൈർ നബിയെ തങ്ങളുടെ ഒരു ദൈവപുത്രൻ, അതായത് പിന്നീട് ഈസാ അലൈഹി ഇസ്ലാമിനെ ക്രിസ്ത്യാനികളാക്കിയതുപോലെ യഹൂദർ യസ്രാ പ്രവാചകൻ അല്ലെങ്കിൽ ഉസൈർ നബിയെ തങ്ങളുടെ പുത്രനാക്കി മാറ്റുന്നു. അങ്ങനെ പല വിഭാഗങ്ങളായി പിരിഞ്ഞൊരു കാലഘട്ടത്തിലാണ് ഈസാ നബി അലൈഹി ഇസ്ലാം വരുന്നത്. ഈസാ നബി അലൈഹി ഇസ്ലാം ഭരണകൂടത്തെ വിമർശിക്കുന്നത് കാണാം, പണ്ഡിതന്മാരെ വിമർശിക്കുന്നത് കാണാം. നമ്മുടെ മറ്റൊരു പ്രശ്നം, ഈസാ അലൈഹി ഇസ്ലാം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഒരു വളരെ സൗമ്യനായ, സ്നേഹം മാത്രം നിറഞ്ഞ, കരുണാമയനായ ഒരാളുടെ ഇമേജാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമുക്ക് അങ്ങനെയാണ് കാണുന്നത്. പക്ഷേ ബൈബിൾ ഈസാ അലൈഹി ഇസ്ലാം സർപ്പസന്തതികളെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഈ പണ്ഡിതന്മാരെ പുരോഗമരെ അടിച്ചു ഓടിക്കുന്നുണ്ട്. ബൈത്തുൽ മുഖദ്ദിസ് ചൂത് കളിച്ചുകൊണ്ടിരുന്നവരെ ചാട്ടവാറിട്ട് അടിച്ചു ഓടിക്കുന്ന ഈസാ നബിനെ കാണിക്കുന്നുണ്ട്. ഭരണാധികാരിനെ പിലാത്തോസിനെ ശക്തമായി വിമർശിക്കുന്ന ഈസാ അലൈഹി ഇസ്ലാമിനെ ബൈബിൾ കാണിക്കുന്നുണ്ട്. ഇതൊന്നും പുറത്തു വരുന്നില്ല. പകരം ക്രിസ്തീയ മുഖം ഈസാ അലൈഹി ഇസ്ലാം കരുണാമയനും, തിരിച്ചിപ്പുറത്ത് മുസ്ലിങ്ങൾ റഹ്മത്തുല്ലിൽ ആലമീനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റഹ്മാൻ റഹീമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഖുർആനെയും റഹ്മത്തായി വിശദീകരിക്കുന്നു. പക്ഷേ നമുക്ക് റഹ്മത്തിൻ്റെ ഇമേജ് ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം കൂടെ മനസ്സിലാക്കണം. ഈസാ അലൈഹി ഇസ്ലാമിനെ ബൈബിൾ ചിത്രീകരിക്കുന്നത് വളരെ ക്രുദ്ധനായ, എന്നാൽ വളരെ പരുഷ സ്വഭാവം, തിന്മയുടെ പരുഷ സ്വഭാവം കാണിക്കുന്ന ഒരു നബി ആയിട്ടാണ്. ആ ഈസാ അലൈഹി ഇസ്ലാമിനെയാണ് ജൂത പുരോഹിതന്മാരുടെ തന്നെ സപ്പോർട്ടോടുകൂടി കുരിശിൽ തറയ്ക്കാൻ തീരുമാനിക്കുന്നു. ബാക്കിയുള്ള സംഭവം നമുക്ക് ഖുർആൻ പല ഭാഗങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അവർക്ക് ഈസാ അലൈഹി ഇസ്ലാമായി മറ്റൊരാളെ തോന്നിയതാണ്. പക്ഷേ അള്ളാഹു ബൽ റഫഅല്ലാഹു ഇലൈഹി, അള്ളാഹു അദ്ദേഹത്തെ ഉയർത്തി. ഒരു വിയോഗമാണ് ഖുർആൻ പറയുന്നത്. അവർ പറയുന്നത് ഒറിജിനൽ സിൻ എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ ഇസ്രായേലികൾ നൂറ്റാണ്ടുകളായി, അല്ലെങ്കിൽ മനുഷ്യവംശം നൂറ്റാണ്ടുകളായി പേറിക്കൊണ്ടിരുന്ന കുറ്റപാപത്തിൻ്റെ വിമോചകനായിട്ടാണ് കുരിശിൽ കയറിയത് എന്നൊരു വിശ്വാസമാണ് ക്രിസ്ത്യൻ കൺസെപ്റ്റിൽ. എന്നാൽ ഇസ്ലാമിൽ ആ വിശ്വാസമില്ല. കാരണം ഇസ്ലാമിൽ ഒറിജിനൽ സിൻ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ആദം അലൈഹി ഇസ്ലാമിൻ്റെ സ്വർഗീയവാസത്തിൽ തന്നെ അള്ളാഹു പൊളിച്ചടക്കുന്നത് കാണാം. എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹി ഇസ്ലാമിൻ്റെ സ്വർഗീയവാസം വിശദീകരിക്കുന്നത്? ആദം അലൈഹി ഇസ്ലാമിനെ ബഹിഷ്കൃതനായി ആയതാണോ? സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവനാണ് ആദം അലൈഹി ഇസ്ലാം. ബൈബിൾ അതാണ് പറയുന്നത്. നമ്മൾ അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? ഇസ്ലാം എന്തിനാണ് സ്വർഗീയവാസം പറയുന്നത്? കാരണം ഒറിജിനൽ സിൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആദിപാപം സംഭവിക്കുന്നത് ബൈബിൾ ക്രിസ്ത്യാനിയുടെ മെയിൻ കൺസെപ്റ്റ് അതാണല്ലോ, അത് സംഭവിക്കുന്നത് സ്വർഗത്തിലാണ്. ഏത് ഹവ്വ ആദം നബിയെ പ്രേരിപ്പിച്ചിട്ട് കുറ്റം ചെയ്യുന്നതാണ്. അതായത് ആദ്യത്തെ പാപം ചെയ്യുന്ന ഒരു പെണ്ണാണ്. പക്ഷേ ഇസ്ലാമിൽ എവിടെയൊക്കെയാണോ ആദ്യ പാപത്തെ ഈ പാപം പറയുന്നത് അവിടെയൊക്കെ ആദം നബീൻ്റെ പേരോ അല്ലെങ്കിൽ രണ്ടുപേരും ഒന്നിച്ചോ ആണ് പറയുന്നത്. വലാ തഖ്റബ ഹാദിഹി ഷജറ, രണ്ടുപേരും ചേർത്താണ് പറയുന്നത്. അത് മാത്രമല്ല അള്ളാഹു തൗബ സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് ആദമിൽ നിന്ന് മാത്രമാണ്, ഹവ്വയുടെ പേര് പറയുന്നില്ല. അതായത് സ്വർഗവാസത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ഒറിജിനൽ സിൻ എന്ന് വിളിക്കപ്പെടുന്ന യഹൂദ ക്രിസ്തീയ കൺസെപ്റ്റിനെ തിരുത്താനും കൂടെ വേണ്ടിയിട്ടായിരുന്നു. അതാണ് എന്തിനാണ് ഖുർആൻ വന്നു എന്നതിൻ്റെ ഉത്തരം കിടക്കുന്നത്. അപ്പോൾ ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ ഈ കുരിശ് മരണവുമായി അതിന് ബന്ധമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞിട്ട് ചുരുക്കം. അതിനുശേഷമാണ് നമ്മൾ സൂറത്ത് ഇസ്രായേലിലെ 4 മുതലുള്ള 2-3 ആയത്തുകളിൽ ഈ വല തുഫ്സിദൂന ഫിൽ അർളി മർറത്തൈനി വല തഅലൂന ഉലൂവൻ കബീറ എന്ന് പറയുന്ന സംഭവമുള്ളത്. 2 തവണ നിങ്ങൾ എന്ത് ചെയ്യും?
അതിഭയങ്കരമായ പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരും, പിന്നീട് നിങ്ങൾ വിജയിക്കുമെന്ന് പറയുന്ന സംഭവം പറയുന്നത്. അവിടെ രണ്ട് സംഭവങ്ങളാണ്. ഒന്ന്, ബാബിലോണിയനായ നെബൂഖദ്നേസർ എന്ന് വിളിക്കപ്പെടുന്ന ഒരാൾ ഈ ഇസ്രായേലികൾ അവിടെ വരികയും അന്ന് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പണിഞ്ഞ മന്ദിരം, ഹൈക്കൽ സുലൈമാനെ നമ്മൾ വിളിക്കുന്നു, ടെമ്പിൾ എന്ന് അവർ വിളിക്കുന്നു, ടെമ്പിൾ ഓഫ് സോളമൻ എന്ന് അവർ വിളിക്കുന്നു, അതിൽ തകർക്കുകയും ഈ മുഴുവൻ യഹൂദികളെ ബാബിലോണിയയിലേക്ക് അടിമ കച്ചവടത്തിനായി കൊണ്ടുപോവുകയും ചെയ്യുന്ന കഥകളാണ്. അന്ന് യഹൂദികളായി മാറി. അല്ലദീന ഹാദു എന്നാണ് പിന്നീടുള്ള ഈ ജനതയെ ഖുർആൻ വിളിക്കുന്നത്. യഹൂദികളായി മാറിയവർ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് മുസ്ലിങ്ങളായ യഹൂദിയരെ കുറിച്ചിട്ടല്ല. അല്ലദീന ഹാദു, യഹൂദിയരായവരെ, അതായത് യഹൂദയുടെ വിശ്വാസത്തിലേക്ക് മാറിയവരെ. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ മരണത്തിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, ഇവർ തമ്മിൽ ചിന്തിച്ചേറി പോവുകയും സാമരികളും യഹൂദരുമായി മാറുകയും അവസാനം ഇവർ തമ്മിൽ യുദ്ധമുണ്ടാവുകയും സാമരികളുടെ അധികാരമില്ലാതാവുകയും യഹൂദർ അപ്രമാദിത്വം കിട്ടുകയും അങ്ങനെ ബെഞ്ചമിൻ്റെ കുടുംബക്കാർ യഹൂദിയരുടെ കൂടെ കൂടുകയും പിന്നീട് ഇസ്രായേലികൾക്ക് മുഴുവൻ പേരായി യഹൂദി എന്ന പേര് മാറുകയും ചെയ്തു. ആ യഹൂദി വിഭാഗത്തെയാണ് അല്ലാഹു അല്ലദീന ഹാദു എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ പലയിടത്തും നിങ്ങൾ ഇവരുടെ പരലോക വിശ്വാസം ഭയങ്കര പ്രശ്നമായിരുന്നു. ക്രിസ്ത്യാനികളെക്കാളും പരലോക വിശ്വാസത്തെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന അല്ലാഹു യഹൂദരെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ യഹൂദികളാവട്ടെ, ക്രിസ്ത്യാനികളാവട്ടെ, സാബിയങ്ങളാവട്ടെ, മുഅ്മിനുകളാവട്ടെ, അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുകയാണെങ്കിൽ അതാണ് നല്ലതെന്ന് ഖുർആൻ ബഖറയിലും പല ഭാഗങ്ങളിലും എടുത്തെടുത്ത് പറയുന്നത്. കാരണം ഈ കാലഘട്ടങ്ങളിൽ അവരുടെ പരലോക വിശ്വാസം പോലും തകരാറാവുന്ന തരത്തിലേക്കാണ്. അതാണ് ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ ശക്തമായ പ്രബന്ധം കാണുവാൻ കഴിയുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു ശിക്ഷയാണ് നെബൂഖദ്നേസറിൻ്റെ അവിടെ വരികയും ഇവരെ അടിച്ചൊടിക്കുകയും ചെയ്യുന്നത്. രണ്ടാമത്തെ ശിക്ഷ ഉണ്ടാകുന്നത് റോമൻ കാലഘട്ടത്തിലാണ്. ഏത് AD 7 ആ ഒരു ഭാഗത്തേക്കാണ് ഇവിടെ വരുന്നത്. ആ കാലഘട്ടത്തിലാണ് വീണ്ടും ടെമ്പിൾ ഹൈക്കൽ സുലൈമാനി തകർക്കപ്പെടുന്നത്. ഇതിന് മുമ്പ് അവർ വീണ്ടും പണിയുന്നുണ്ട്. ആ പണിഞ്ഞ ഇതിനെയാണ് ഈ റോമൻ കാലഘട്ടം വരികയും തകർക്കുകയും ചെയ്യുന്നത്. മൂന്നാമത്തെ ടെമ്പിളിൻ്റെ സ്റ്റെപ്പിലാണ് ഇപ്പോൾ ഇസ്രായേൽ സ്റ്റേറ്റ് ഉള്ളത്. ഇന്നത്തെ നമ്മുടെ മസ്ജിദുൽ അഖ്സയുടെയും ഖുബ്ബത്തു സഹ്റയുടെയും അടിയിൽ ഭീമൻ ടണലുകൾ അവർ രൂപീകരിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല അവരുടെ ചില അടയാളങ്ങളും ചില തിയോളജികൾ ഈ ചുവപ്പ് നിറമുള്ള കാളകളെയൊക്കെയും പശുക്കളെയൊക്കെ നോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ട്. കാരണം ആ കാളയുടെ സംഭവം ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് തിയോളജിക്കൽ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഗസയും വെസ്റ്റ് ഭാഗങ്ങളൊക്കെ തങ്ങളുടെ കയ്യിൽ വരണം. അപ്പോൾ പ്രശ്നമില്ലാത്ത തരത്തിലേക്ക് മസ്ജിദുൽ അഖ്സ പണിഞ്ഞുണ്ടാക്കണം എന്നതാണ് ഒരു തീരുമാനം. ഇപ്പോൾ മൂന്നാമത്തെ ടെമ്പിളിൻ്റെ നിർമ്മാണത്തിൻ്റെ ലക്ഷ്യത്തിലാണ് ഈ അറ്റാക്കുകൾ ഉള്ളത്. അതാണ് തിയോളജിക്കൽ കണക്ഷൻ ഈ അറ്റാക്കിൻ്റെ അവിടെയാണുള്ളത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഏകദേശം 5% മാത്രമേ യഹൂദരുണ്ടായിരുന്നുള്ളൂ. അവിടെ ക്രിസ്ത്യൻ കോൺസ്റ്റന്റൈൻ അവിടുത്തെ ക്രിസ്തു മതത്തിൻ്റെ ദേശീയ മതമായി പ്രഖ്യാപിക്കുകയും, അതായത് സെൻറ്റ് പോളിൻ്റെ കാലഘട്ടത്തിലാണ് കോൺസ്റ്റന്റൈൻ വരുന്നത്. സെൻറ്റ് പോൾ പറയുന്നു, ട്രിനിറ്റി മുന്നിലോട്ട് കൊണ്ടുവരുന്നു, കോൺസ്റ്റന്റൈൻ അത് സ്വീകരിക്കുന്നു. അങ്ങനെ എല്ലാവരെയും ക്രിസ്തീയരാക്കി നിർബന്ധപൂർവ്വം മാറ്റുന്നു. അങ്ങനെ ആ ഒരു കാലം നബിയുടെ കാലത്തേക്ക് എത്തുമ്പോൾ യഹൂദന്മാർ വളരെ തുലവും തുച്ഛമായി മാറുകയും ക്രിസ്ത്യാനിറ്റി ശക്തമായി നിൽക്കുന്ന കാലത്താണ്. അവരോടാണ് ഈ നമ്മുടെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഫതഹ് ഫലസ്തീൻ സംഭവിക്കുന്നതും. ക്രിസ്ത്യൻ ഭരണാധികാരികളോടും പുരോഹിതന്മാരുമായിട്ടാണല്ലോ സന്ധി ഉണ്ടാകുന്നത്, യഹൂദരുമായിട്ടല്ല. എന്നുവെച്ചാൽ യഹൂദർ അങ്ങനെ അവരുടെ റോളില്ലാതായി മാറിയിരുന്നു. ഈ കാലഘട്ടത്തിൽ യഹൂദർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ചിതറപ്പെട്ടു. യൂറോപ്യൻ നാടുകളിൽ യഹൂദർ അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. യൂറോപ്യൻ വിശ്വാസപ്രകാരം യൂറോപ്യൻ എന്ന് വെച്ചാൽ ക്രിസ്തീയ വിശ്വാസപ്രകാരം ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിന് കാരണക്കാരാരാണ്? യഹൂദരാണ്. അതുകൊണ്ട് യഹൂദരെ തങ്ങളുടെ നാട്ടിൽ വെച്ച് പൊറിപ്പിക്കാൻ പറ്റില്ല. അതായിരുന്നു പ്രധാന കാരണം. മറ്റു പല കാരണങ്ങളും അതിന് മെയിൻ കാരണം തിയോളജിക്കലാണ്. അങ്ങനെയാണ് അടിച്ചോടിപ്പിക്കപ്പെടുകയും കൂട്ടക്കൊല ചെയ്യുകയും സംഭവിക്കുകയും ചെയ്യുന്നത്. പക്ഷേ മുസ്ലിം ജനസമൂഹം, അത് മംലൂക്കുകളാവട്ടെ, അയ്യൂബികളാവട്ടെ, അതുപോലെ തന്നെ സ്പാനിഷ് മുസ്ലിങ്ങളാവട്ടെ, പിന്നെ ഉസ്മാനികളാവട്ടെ, ഇവരൊക്കെയും യഹൂദരെ സഹൃദയം സ്വീകരിക്കുകയാണ് ചെയ്തത്. സ്പെയിനിൽ മൈമോനിഡ്സ് എന്ന് വിളിക്കപ്പെടുന്ന അറിയപ്പെട്ട സ്കോളർ പോലും മുസ്ലിം ഭരണാധികാരിയുടെ കൂടെ ഷൂറ മെമ്പറായി തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് ചരിത്രത്തിൽ കാണാം. മില്ലത്ത് സിസ്റ്റം എന്ന പേരിൽ സുൽത്താൻ മുഹമ്മദ് ഫാത്തിഹ്, ഞാൻ കുറച്ചുകൂടെ അടുത്ത് വരികയാണ്. സുൽത്താൻ മുഹമ്മദ് ഫാത്തിഹ് കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്ത് പിന്നെ ഇസ്താംബൂളാക്കി മാറ്റിയതിന് ശേഷം സർവ്വജനങ്ങളെയും കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് കൊണ്ടുവരുന്നു, ഇസ്താംബൂളിലേക്ക് കൊണ്ടുവന്നു. അവിടെ മുസ്ലിങ്ങൾ മാത്രമല്ല എല്ലാവരും വേണം, അവിടെ സഹവർത്തിത്വം വേണം. അതിന് അദ്ദേഹം മില്ലത്ത് സിസ്റ്റം എന്ന പേരാണ് കൊടുത്തത്. എല്ലാ തരത്തിലുള്ള മില്ലത്തുകളും ഉണ്ടായിരിക്കെ അവരുടെ റെപ്രസെൻറ്റേഷൻ ദർബാറിൽ ഉണ്ടാവണം, അതിലൂടെ ഭരണ സംവിധാനം നടക്കണം. അങ്ങനെ ഒരു ഡെമോക്രാറ്റിക്കായ
ഒരു പോപ്പുലിസ്റ്റിക് ഭരണകൂടമാണ് മില്ലത്ത് സിസ്റ്റം എന്ന നിലയിൽ സുൽത്താൻ മുഹമ്മദ് ഫാത്തിഹ് രണ്ടാമൻ നടപ്പിലാക്കിയത്. അതിൻ്റെ ഭാഗമായി യഹൂദരെയും ഇസ്താംബുളിലേക്കും അൻകാരയുടെ ചുറ്റുപാടുകളിലേക്കും അദ്ദേഹം സ്വീകരിച്ചു. അത് നമ്മളുടെ ഉസ്മാനിയ ഖിലാഫത്ത് അവസാനം വരെയും കൊണ്ടുകടന്നു. പക്ഷേ സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിൻ്റെ രണ്ടാമൻ്റെ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് സയോണിസത്തിൻ്റെ രൂപീകരണം സംഭവിക്കുന്നത്. തിയോഡർ ഹെർസൽ 1896 ദ ജൂസ് ട്രാംപ് അല്ലെങ്കിൽ ദ ജൂസ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ബുക്ക് എഴുതുന്നു. ആ ബുക്കിൽ മറ്റു പല സ്കോളേഴ്സും യഹൂദന്മാരുടെ സ്കോളേഴ്സും ഇതിനു മുമ്പ് തന്നെ ജൂസ് സ്റ്റേറ്റിൻ്റെ ഒരു ഹോംലാൻഡിനെ കുറിച്ച് വർത്തമാനം പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു ആക്ടിവിസ്റ്റായ ജേർണലിസ്റ്റിക്കായ ഒരുപാട് പണ്ഡിതന്മാരുമായും ധനികരുമായും ഭരണകൂടവുമായി ബന്ധമുള്ള ഒരാളെന്ന നിലയിൽ ഈ തിയോഡർ ഹെർസലിൻ്റെ വാക്കിനാണ് ആക്കം കിട്ടിയത്, കൂടുതൽ ഈ സപ്പോർട്ട് ലഭിച്ചത്. അദ്ദേഹം ആ ബുക്ക് എഴുതുന്നു 1897, തൊട്ടടുത്ത വർഷം തന്നെ ആദ്യത്തെ സിയോണിസ്റ്റ് കോൺഫറൻസ് നടപ്പിലാക്കുന്നു. ഇത് സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ് അറിയുന്നു. കാരണം അന്നത്തെ ഏറ്റവും വലിയ ചാര സംഘടന സുൽത്താൻ അബ്ദുൽ ഹമീദിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു വട്ടം തിയോഡർ ഹെർസൽ ഇദ്ദേഹത്തെ കാണാൻ വരുന്നുണ്ട്. ഇത് തടയുന്നു, നീ കാണണ്ടെന്ന് പറയുന്നത്. അയാളുടെ താല്പര്യം ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹം ഹാഹാം എഫന്തി, അതായത് സൽത്തനത്തിൽ തന്നെ വലിയ റോളുണ്ടായിരുന്ന സിയോണിസ്റ്റ് ആയിരുന്ന ഒരു മുഖം മുനാഫിക് സ്റ്റൈലായിരുന്നു. അയാൾ വഴിയാണ് തിയോഡർ ഹെർസൽ ഈ സുൽത്താൻ അബ്ദുൽ ഹമീദുമായിട്ടുള്ള മീറ്റിങ്ങിന് താല്പര്യം പ്രകടിപ്പിക്കുന്നത്. ആദ്യം തടയാണ് ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ രണ്ടാമത് അദ്ദേഹത്തെ മീറ്റിങ്ങിന് അനുവദിക്കുന്നു. അദ്ദേഹം വന്ന് സംസാരിക്കുമ്പോൾ സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ് പറയുന്നത് ഇത് മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്താണ്, ഇങ്ങനെ ആർക്കും കച്ചവടം നടത്താനുള്ളതല്ല എന്ന് തിരിച്ചറിയിക്കുന്നു. പിന്നീട് നിങ്ങൾ അറിയേണ്ടത് സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിനെ 1909 സ്ഥാനഭ്രഷ്ടനാക്കുമ്പോൾ ആ കത്ത് കൊണ്ടു കൊടുക്കുന്നത് നേരത്തെ വന്ന ആ ഹാഹാം എഫന്തി എന്ന് പറയുന്ന ആളാണ്. ഏത് യഹൂദനാണോ ആദ്യം കൊണ്ടുവന്നത് ആ യഹൂദൻ തന്നെയാണ് നിങ്ങൾ അധികാരം പോയി എന്നും പറഞ്ഞ് കത്ത് കൊണ്ട് കൊടുക്കുന്നത്. എത്രത്തോളം ഇവരുടെ ഉപജാപ സംഘങ്ങൾ ഖിലാഫത്തിനുള്ളിൽ തന്നെ വർക്ക് ചെയ്തെന്ന് നമ്മൾ മനസ്സിലാക്കണം. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടി സയോണിസ്റ്റുകൾ അധികാരം ചെലുത്തി അവർക്ക് യുവതുർക്കികൾ വഴി തുറന്നു കൊടുത്തു. സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിൻ്റെ കാലത്ത് ഇവരുടെ അനക്കങ്ങൾ കണ്ടപ്പോൾ അതുവരെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് യഹൂദർക്ക് ഫലസ്തീനിലേക്ക് അനുവാദം നൽകിയിരുന്ന അദ്ദേഹം പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുകയും ഇനി മുതൽ ഒരു യഹൂദനും, പ്രത്യേകിച്ച് യഹൂദനും ഫലസ്തീനിൽ കാലുകുത്താൻ പാടുള്ള നിയമം ഉണ്ടാക്കിയ ആളായിരുന്നു സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ്. അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കുന്നത്. കാരണം അന്ന് സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇന്ന് ഇന്ത്യയിൽ നിന്ന് അടക്കമുള്ള ഒരുപാട് ആൾക്കാർ ഹിജാസ് റെയിൽവേക്ക് അടക്കമുള്ള റെയിൽവേ പണിയാൻ വേണ്ടി സമ്പത്ത് കൊടുത്ത കഥകളൊക്കെ ഉണ്ട് സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിന്. കാരണം സാമ്പത്തികമായ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാലമാണ്. പ്രവിശാലമായ ലോകം ഭരിക്കുന്ന ഒരു സുൽത്താനേറ്റും കൂടെ ആണല്ലോ. അപ്പോൾ ഇത് കണ്ടറിഞ്ഞ് ഞങ്ങൾ സമ്പത്ത് തരാം, നിങ്ങൾ ഞങ്ങൾക്ക് കുറച്ച് ഭൂമി തന്നാൽ മതി എന്നായിരുന്നു അവകാശപ്പെട്ടത്. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിട്ട് പോലും അവരെ തള്ളിക്കളയാണ് അദ്ദേഹം ചെയ്തത്. എന്നാൽ യുവതുർക്കികളെ വശത്തിലാക്കുവാൻ അവർക്ക് കഴിഞ്ഞു. അദ്ദേഹത്തെ അധികാരത്തിൽ മാറ്റുകയും യുവതുർക്കികൾ നേരത്തെ ഉണ്ടാക്കുന്ന എല്ലാ ബാനുകളും ലിഫ്റ്റ് ചെയ്യുകയും അവർക്ക് സുന്ദരമായി വരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയും അതിനാണ് ആലിയ എന്ന് പറയുന്നത്. ജൂയിഷ് ഇമിഗ്രേഷൻ വിളിക്കുന്ന പേരാണ് ആലിയ. 1700കളുടെ അവസാനത്തോടും 1920 തുടക്കത്തിൽ തന്നെ ഈ ജൂയിഷ് മൈഗ്രേഷൻ ശക്തമാവുകയും ഇന്ന് നമ്മുടെ സ്വന്തം കൊച്ചു കേരളത്തിൽ നിന്ന് പോലും ഈ കൺസെപ്റ്റിൻ്റെ ഭാഗമായി പോവുകയും ചെയ്തു. അവർ പ്രധാനമായും മുന്നിൽ വെച്ച 2-3 തിയറികളാണ്. ഒന്ന്, ഭൂമിയില്ലാത്ത ജനതയ്ക്ക് ജനതയില്ലാത്ത ഭൂമി. ഇത് ഫലസ്തീൻ എന്ന് പറയുന്നത് തരിശായ ഭൂമിയൊന്നും ഇല്ല, ജനങ്ങളുടെയൊന്നുമില്ല. എന്നാൽ ഞങ്ങൾ ഇസ്രായേലികൾക്കോ ജൂതന്മാർക്കോ ഭൂമിയില്ല, ഇവിടെ ഭൂമി ഉണ്ടല്ലോ, ഒന്ന് ഞങ്ങൾ അങ്ങോട്ട് വരാം. അതായിരുന്നു അവർ വെച്ച ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ്. രണ്ടാമത് പ്രോമിസഡ് ലാൻഡ് എന്നുള്ളതായിരുന്നു. കാരണം 3500 വർഷത്തിന് മുമ്പ് തൗറയും ബൈബിളും ഒക്കെ ഞങ്ങൾക്ക് നൽകിയ പ്രോമിസാണ് ഫലസ്തീൻ എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കുക. ഖുർആൻ തന്നെയും ബൈബിൾ പോലും പുറപ്പാട് ഭാഗത്ത് പറയുന്നുണ്ട്, നിങ്ങൾ നല്ലവരാണെങ്കിൽ നിങ്ങൾക്ക് തരുമെന്നാണ്, നിങ്ങളുടെ സ്വഭാവം നല്ലതാണെങ്കിൽ തരുമെന്നായിരുന്നു. പക്ഷെ ഇവർ ഈ അധികാരം പിടിച്ചെടുത്ത പോലും കൊള്ളയും കൊടുക്കുകയും റേപ്പിലൂടെയൊക്കെ ആയിരുന്നു. ഏത് ബൈബിൾ പോലും നിരസിച്ച അവകാശവാദമാണ് അവർ പ്രോമിസഡ് ലാൻഡ് എന്ന പേരിൽ അവർ നടപ്പിലാക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഇന്നത്തെ യഹൂദ നാട്ടിൽ പോലും, ജൂസ് സ്റ്റേറ്റിൽ പോലും ഓർത്തഡോക്സ് യഹൂദ പണ്ഡിതന്മാർ ഇസ്രായേൽ സ്റ്റേറ്റിന് എതിരായി നിൽക്കുന്നവരാണ്. അവർ പറയുന്നത് നമ്മളോട് യഹോവ കൽപ്പിച്ചത് ഇങ്ങനെ അഭയാർത്ഥികളായി നടക്കുവാനുമാണ്, അതാണ് നമ്മളോട് കൽപ്പന, അല്ലെ സ്റ്റേറ്റ് രൂപീകരിക്കാനല്ല. കാരണം നൂറ്റാണ്ടുകളായി നമ്മൾ നല്ല സ്വഭാവത്തിലായിരുന്നില്ല, അതുകൊണ്ട് സ്റ്റേറ്റ് ഉണ്ടാവാൻ നമുക്ക് അർഹതയില്ല എന്നാണ് ഓർത്തഡോക്സ് ജൂയിഷ് പണ്ഡിതന്മാർ പോലും പറയുന്നത്. ഇപ്പോഴും അത് കാണാം. അതുകൊണ്ടാണ് 100% BDS മൂവ്മെൻറ്റ്, ഈ
BDS മൂവ്മെന്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റിനെതിരെയുള്ള ഇസ്രായേൽ സ്റ്റേറ്റിനെതിരെയുള്ള ബോയ്ക്കോട്ട് ഡൈവേഴ്സിറ്റി മൂവ്മെൻറ്റിൻ്റെ പ്രധാന നേതൃത്വത്തിലധികവും യഹൂദ പുരോഹിതന്മാരാണ്. കാരണം ഇതുകൊണ്ടാണ് അവർ ഇസ്രായേൽ സ്റ്റേറ്റിനെ അതിൻ്റെ രൂപീകരണത്തെ അംഗീകരിച്ചിട്ടില്ല. ഈ ഒരു വാദം, പ്രോമിസ്ഡ് ലാൻഡ് എന്ന് പറയുന്ന വാദവും അതുപോലെ തന്നെ ഭൂമിയില്ലാത്ത ജനതയ്ക്ക് ജനതയില്ലാത്ത ഭൂമി എന്ന് പറയുന്ന വാദവും മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇസ്രായേലിൻ്റെയും ജർമ്മനിയുടെയും റഷ്യയുടെയൊക്കെ സഹായത്തോടു കൂടി ഇവർ അധികാരത്തിലേക്ക് വരാൻ ശ്രമിക്കുന്നത്. അത് സുൽത്താൻ അബ്ദുൽ ഹമീദിനെ നീക്കം ചെയ്തുകൊണ്ട് യുവതുർക്കികളുടെ സഹായത്തോടു കൂടിയിട്ടാണ് അതിന് പ്രധാനമായി വഴിയൊരുക്കുന്നത്. പിന്നീട് സംഭവിക്കുന്നത്, ആരാണ് ഇവരെ സഹായിച്ചത് അവരെ തന്നെ തിരിഞ്ഞു പൊത്തുന്ന കഥ ജിയോണിസ്റ്റുകൾക്കുണ്ട്. അതായത് 1940-കളിൽ പല തവണ ബ്രിട്ടീഷ് ഈ ആർമിയെ തന്നെ സിയോണിസ്റ്റുകൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഇവരുടെ അതിപ്രസരം, ഈ ഇമിഗ്രേഷൻ്റെ അതിപ്രസരം കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ബ്രിട്ടീഷ് ഭരണകൂടം തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ഒരുപാട് ബ്രിട്ടീഷ് ആർമിയെ ഇവർ തന്നെ വധിച്ചിട്ടുണ്ട്. അത് തന്നെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. കാരണം കൂടെ നിന്നവരെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന ഒരു കഥ സിയോണിസ്റ്റുകൾക്കുണ്ട്. അതായത് ഒരു ജീവിതത്തിൽ ഒരിക്കലും കരാറുകൾ പാലിച്ച അനുഭവമില്ലാത്ത, കൂടെ നിൽക്കുന്നവരെ പോലും തിരിഞ്ഞു നോക്കാൻ കഴിവുള്ള ഒരു വിഭാഗം എന്ന നിലയിലാണ് നമുക്ക് സിയോണിസ്റ്റുകളെ ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. അങ്ങനെയാണ് 1948 അധികാരത്തിലേക്ക് വരുന്നത്. അതിന് മുമ്പ് 1-2 നീക്കങ്ങളും കൂടെ ഉണ്ട്. അറബ് റിവോൾട്ട് ഉണ്ടാവുന്നുണ്ട്. അതിന് മുമ്പ് മക്കയിലെ ഹിജാസിൻ്റെ അമീറായിരുന്ന ഷെരീഫ് ഹുസൈനെ പലതവണ ബ്രിട്ടീഷുകാരുടെ സഹായത്തോടുകൂടി ഹുസൈൻ മക്മോഹൻ കരാറിനെ താല്പര്യം കാണിച്ചുകൊണ്ട് ഉസ്മാനിയ ഖിലാഫത്തിൽ നിന്നും വിഘടനമുണ്ടാക്കുവാനുള്ള സകല തയ്യാറെടുപ്പ് നൽകുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യമാണ്. ഖിലാഫത്തിനെ തകർക്കുക എന്നുള്ളതായിരുന്നു. ഒരു സ്ഥലത്ത് അതാണെങ്കിൽ ബ്രിട്ടീഷുകാർ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി അവിടെയും കളിച്ചു. അതായത് ലോറൻസ് ഓഫ് അറേബ്യ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ഏജൻറ്റിനെ ഷെരീഫ് ഹുസൈൻ്റെ അടുത്തേക്ക് അയച്ചപ്പോൾ ഷേക്സ്പിയർ എന്ന് പറയുന്ന മറ്റൊരു ഏജൻറ്റിനെ കിങ് അബ്ദുൽ അസീസിൻ്റെ അടുത്തേക്കാണ് അയച്ചത്. സൗദി അറേബ്യയുടെ അവസാനത്തെ ഫൗണ്ടറായ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ബ്രിട്ടീഷ് ഏജൻറ്റായ ഷേക്സ്പിയർ പോകുമ്പോൾ അതേപോലെ തന്നെ അപ്പുറത്ത് ബ്രിട്ടീഷ് ഏജൻറ്റായ ലോറൻസ് ഓഫ് അറേബ്യയാണ് പോകുന്നത്. അതിൻ്റെയൊക്കെ ഇടയിൽ നല്ല കളിയിൽ സിയോണിസ്റ്റ് കളിക്കുന്നുണ്ട്. ഈ വിഘടനമാണ് മുസ്ലിം ലോകം ഇല്ലാതാവുകയും അങ്ങനെ ബ്രിട്ടീഷ് മാൻഡേറ്റ് ഉണ്ടാവുകയും ഫലസ്തീൻ ഈ ഭാഗങ്ങൾ മുഴുവൻ ബ്രിട്ടീഷുകാരുടെ കയ്യിലാവുകയും അതിന് മുമ്പ് ബാൽഫർ ഡിക്ലറേഷൻ, ലോർഡ് ബാൽഫർ, ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട ഡിപ്ലോമാറ്റായ ലോർഡ് ബാൽഫർ അന്നത്തെ പ്രധാന ജൂയിഷ് സമ്പന്നനായ റോഡ് ഷൈഡിന് കത്തയക്കുന്നുണ്ട്. അതാണ് ബാൽഫർ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. 1917 സംഭവിക്കുന്നത്. നിങ്ങൾക്ക് ജൂയിഷ് ഹോംലാൻഡ് ഞങ്ങൾ തന്നിരിക്കുന്നു, തരാൻ തയ്യാറാണെന്ന് പറയുന്നു. അതിൻ്റെ പേരിലാണ് 1921 ബ്രിട്ടീഷ് മാൻഡേറ്റ് ഉണ്ടാകുന്നത്. ആ മാൻഡേറ്റിൻ്റെ പശ്ചാത്തലത്തിലാണ് സൈനിക സഹായത്തോടു കൂടി തന്നെ പതുക്കെ അവിടെ മൈഗ്രേഷൻ സജീവമാവുകയും അങ്ങനെയാണ് 1948 ഈ പ്രശ്നങ്ങൾക്ക് നടുവിൽ സ്റ്റേറ്റ് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. 1935 ഷെയ്ഖ് ഇസുദ്ദീൻ അൽ ഖസ്സാമിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ശക്തമായ മുന്നേറ്റങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തെ തന്നെ വധിച്ചു കളയുന്ന സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിലുണ്ട്. അതായത് ഫലസ്തീനിലെ പോരാട്ടം അത് ഇന്നൊന്നും തുടങ്ങിയതല്ല. ഫലസ്തീനു വേണ്ടിയുള്ള യുദ്ധം അത് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലം മുതലേയുണ്ട്. അതിനുശേഷം മംലൂക്കുകളുടെ കാലമുണ്ട്. അതിനുശേഷം ഉസ്മാനികളുടെ കാലമുണ്ട്. അതിനുശേഷം ഒട്ടുമിക്ക മുസ്ലിം സൽത്തനത്തുകളൊന്നും അപ്പോഴൊക്കെയും ഫലസ്തീൻ പ്രധാനപ്പെട്ട ഒരു സെൻട്രൽ പവർഫുൾ പ്ലേസായി വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ചരിത്രത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്നും ഫലസ്തീൻ പോരാട്ട ഭൂമിയായി മാറുന്നത്. ഫലസ്തീനിലുള്ളൊരു മാറ്റം വെസ്റ്റ് ഏഷ്യയിൽ മാറ്റം സംഭവിപ്പിക്കുന്നു. വെസ്റ്റ് ഏഷ്യയിലേക്ക് എന്തൊക്കെ മാറ്റം ഉണ്ടാകുന്നോ അതൊക്കെയും ഫലസ്തീനിൽ മാറ്റത്തിന് കാരണമാകുന്നു. അതുകൊണ്ടാണ് അറബ് സ്പ്രിങ്ങിന് ശേഷം മുഹമ്മദ് മുർസി അധികാരത്തിലേറിയ തൊട്ടടുത്ത വർഷം തന്നെ അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് മാറ്റുന്നുണ്ട്. കാരണം മുഹമ്മദ് മുർസി അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം ചെയ്യുന്നത് ഗസയിലേക്ക് യാത്ര ചെയ്യാം. അതായത് ഈജിപ്തിൽ എന്തൊക്കെ മാറ്റം ഉണ്ടാകുന്നുണ്ടോ അത് ഫലസ്തീനിൽ മാറ്റം സംഭവിക്കും. അതുകൊണ്ട് ഈജിപ്തിലെ മാറ്റങ്ങളെ തടയുകയും അവിടെ അതോറിറ്റേറിയൻ ഭരണകൂടത്തെ നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളത് തൽപര കക്ഷികളുടെ താല്പര്യങ്ങളാണ്. അപ്പോൾ ആ തൽപര കക്ഷികളുടെ താല്പര്യങ്ങൾക്കെതിരെയുള്ള ഒരു മൂവായിരുന്നു തൂഫാനുൽ അഖ്സ. തൂഫാനുൽ അഖ്സ നടക്കുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് സൗദി അറേബ്യ ഇസ്രായേലുമായി നോർമലൈസേഷൻ പ്രോസസ്സിൽ ഒപ്പിടാൻ പോവുകയായിരുന്നു. തൊട്ടടുത്ത ആഴ്ച തൂഫാനുൽ അഖ്സ സംഭവിക്കുന്നു. ആ പരിപാടി നിർത്തേണ്ടി വരുന്നു. അതാണ് നമുക്ക് കാണുവാൻ കഴിയുന്ന മറ്റൊരു നീക്കം. അതായത് UAE, GCC പല രാഷ്ട്രങ്ങളും ഇസ്രായേലുമായി ഒപ്പിട്ട് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പിന്നണി പ്രവർത്തനമായ സൗദി അറേബ്യ അവസാനത്തെ സ്റ്റെപ്പ് എന്ന നിലയിൽ വരുമ്പോഴാണ് തൂഫാനുൽ അഖ്സ സംഭവിക്കുന്നത്. അതിൻ്റെ ചിന്തകൾ നിങ്ങൾ സ്വയം മനസ്സിലാക്കേണ്ടതാണ്. ഇങ്ങനെ നീണ്ട ചരിത്രമാണ് ഫലസ്തീനിൻ്റെ പോരാട്ടത്തിൻ്റെ ചരിത്രം, ഫലസ്തീൻ ജനതയുടെ ചരിത്രം. അല്ലെങ്കിൽ ഇസ്രായേലി ചരിത്രം എന്ന് പറയുന്നത് ഇപ്പോഴും നിലനിൽക്കുന്നില്ല. വെസ്റ്റ് ബാങ്ക്
എന്തുകൊണ്ട് അവർ അറ്റാക്ക് ചെയ്തു? വെസ്റ്റ് ബാങ്ക് അവർക്ക് വേണം. ഗസയിൽ അറ്റാക്ക് ചെയ്യാനുള്ള കാരണം ഒക്ടോബർ 7, 2023 ഒക്ടോബർ 7 മാത്രമല്ല. ഗസയിലെ അവിടുത്തെ കടൽ തീരത്ത് നല്ല ഇതുണ്ട്, സോഴ്സുണ്ട്. അത് തങ്ങളുടെ കയ്യിലേക്ക് വരിക എന്നുള്ളതാണ്. കാരണം ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അറബ് രാഷ്ട്രങ്ങളുമായി ഇസ്രായേലിന് ഇത്രയും ഓവർ ഡിഫറൻസ് ഉണ്ടാകുന്ന മെയിൻ കാരണങ്ങളൊന്ന് എണ്ണയുടെ ആവശ്യമാണ്. അസർബൈജാനുമായിട്ടാണ് ഇസ്രായേലിന് എണ്ണ ബന്ധമുള്ളത്. പക്ഷേ തുർക്കി അവിടെ അസർബൈജാൻ്റെയും ഇസ്രായേലിൻ്റെയും ഇടയിൽ ഇടപെട്ടതോടുകൂടി അവിടെ ചില പ്രശ്നങ്ങൾ രൂപപ്പെട്ടു. അപ്പോൾ തൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഗസയിലെ എണ്ണ തങ്ങളുടെ കയ്യിലേക്ക് വരികയാണെങ്കിൽ കുറച്ച് കൂടുതൽ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് അവർക്ക് മനസ്സിലായി. ഇതൊക്കെയും, അതായത് അറ്റാക്ക് മാത്രമല്ല, ഇങ്ങനെയുള്ള ജിയോ പൊളിറ്റിക്കൽ ഡൈമെൻഷനും കൂടി ഈ ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ ഗ്രേറ്റർ സിറിയയുടെ താല്പര്യങ്ങൾക്ക് പുറകിലുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. വാഹൃതമായ അസ്സലാമു അലൈക്കും.